അത് ചിലത് അശാസ്ത്രീയമായുള്ളതാണ്, ചിലത് ശാസ്ത്രീയമായിട്ടുള്ളതാണ്. പക്ഷേ എല്ലാം അതിൻ്റെ സംഭരണ ശേഷിക്ക് അപ്പുറത്ത് വരുമ്പോൾ അത് നീക്കം ചെയ്ത് സംസ്കരിക്കുക എന്നുള്ള പ്രശ്നത്തിൽ നമുക്കിപ്പോഴും പല വെല്ലുവിളികളുണ്ട്. ഈ രംഗത്തുള്ള ചില സ്വകാര്യ കരാറുകാർ ഫോൺ വഴിയൊക്കെ രാജ്യത്ത് പ്രചരിപ്പിച്ച് വീടുകളിൽ നിന്ന് ഈ സംസ്കരിക്കേണ്ട സാധനം കൊണ്ടുപോയി ജലാശയങ്ങളിൽ തള്ളുന്നതിനെക്കുറിച്ചുള്ള വാർത്തകളും നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം നമ്മുടെ മുമ്പിലുള്ളൊരു വെല്ലുവിളിയായിട്ട് ഞാൻ കരുതുക. അപ്പോൾ അതിലും ഈ പ്രശ്നങ്ങളുണ്ടാവും. സംസ്കരണ കേന്ദ്രങ്ങൾ ഏതാവണം, എങ്ങനെ സംസ്കരിക്കണം, അതിന് സംസ്കരിച്ച് അതിൻ്റെ ആ കാര്യത്തിൽ ശുദ്ധമായ വെള്ളം വേർതിരിച്ചു വിടാനൊക്കെ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ ഇന്ന് രാജ്യത്തുണ്ടല്ലോ. ദ്രവമാലിന്യത്തിനായാലും സെപ്റ്റേജ് മാലിന്യത്തിനുള്ള ടാങ്കുകളിൽ നിന്നുള്ള വെള്ളം ഉൾപ്പെടെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. അതിനുള്ള ശാസ്ത്രീയമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നമുക്ക് ഇത് ചെയ്തു പോകാൻ കഴിയണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ മേഖലയിൽ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ വന്നത് എന്നുള്ളത് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ പഴയകാല മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിച്ച് അവിടെ മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളുകയും കുഴിച്ചു മൂടുകയും ചെയ്തിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. കുപ്രസിദ്ധമായ സ്ഥലങ്ങൾ എന്ന പേരിൽ തന്നെ അവരറിയപ്പെടുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. അതിനെ തുടർന്ന് അത്തരം ഡംപിങ് യാർഡുകളുടെ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അതിൽ ഗണ്യമായ പുരോഗതി നേടി. പല സ്ഥലങ്ങളിലും അത്തരം കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഞെളിയമ്പറമ്പും ലാലൂരും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വിളപ്പിൽ ശാലയുമൊക്കെ ഇന്ന് നമ്മുടെ ഓർമ്മയിൽ മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ പോലുള്ള സ്ഥലത്ത്, കുന്നംകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പുതിയ മാതൃകകൾ ആ രംഗത്ത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലുള്ള മാലിന്യം നീക്കം ചെയ്യുന്ന പരിപാടി, ബയോമൈനിങ് പദ്ധതി, അതിപ്പോൾ ഗവൺമെൻറ് നല്ലപോലെ നടത്തിയിട്ടുണ്ട്. 100 കണക്കിന് ഏക്കർ സ്ഥലം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭ്യമാകും. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ വികസനത്തിന് വേണ്ടി ലഭ്യമാകുന്ന സ്ഥിതിയുണ്ട്. ഈ അർത്ഥത്തിൽ ലെഗസി വേസ്റ്റുകളുടെ കാര്യത്തിലുള്ള നീക്കം ചെയ്യലിന് വേണ്ടി വലിയ പ്രാധാന്യം കൊടുത്ത് സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അത് പൂർത്തീകരിക്കാൻ നമുക്കാകണം. വേറൊരു പ്രശ്നമുള്ളത്, നമ്മുടെ ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകളും യാത്രക്കാരും ഭാരവാഹനങ്ങളും ഒക്കെ വരുന്നുണ്ട് കേരളത്തിൽ. അവിടെ നമുക്ക് വഴിയോരങ്ങളിൽ, നാഷണൽ ഹൈവേ ആയാലും സ്റ്റേറ്റ് ഹൈവേ ആയാലും വിവിധ സ്ഥലങ്ങളിൽ ഭക്ഷണാവശിഷ്ടങ്ങളും വാഹനങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും വലിച്ചെറിയുക എന്നുള്ള സ്ഥിതിയുണ്ട്. അതിന് പരിഹാരം കാണാൻ കഴിയുന്ന ബിന്നുകളും മറ്റും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ അത് വേണ്ടത്ര പരിചയമില്ലായ്മയോ മറ്റൊക്കെ ആകാം. പരിചയമില്ലായ്മ എന്ന് ഞാൻ പറയുന്നത് ഏത് സ്ഥലത്ത് നിക്ഷേപിക്കണം എന്ന് തുടങ്ങിയതിന് കൃത്യമായൊരു സൂചികയോ സംവിധാനമോ നമുക്കിന്ന് വേണ്ടത്രയില്ല. ഇതുപോലെ തന്നെയാണ് ചില ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലം നമ്മുടെ ശുദ്ധജലങ്ങൾ തരുന്ന പുഴകളിലേക്കും നദികളിലേക്കും ഒഴുക്കുന്നു എന്നുള്ള പ്രശ്നം. നമുക്കത് പലപ്പോഴും കേരളത്തിൽ വലിയ കുടിവെള്ള പ്രൊജക്റ്റുകളൊക്കെ വരുന്ന പുഴകളുടെയൊക്കെ സൈഡിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന പതിവ്. നമുക്കത് വളരെ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാവണം. ആ വ്യവസായ സ്ഥാപനങ്ങൾ പാരിസ്ഥിതികാഘാതമില്ലാതെ നല്ല രീതിയിൽ, നമ്മുടെ ആരോഗ്യത്തിന് തകരാറില്ലാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും അതിൻ്റെ പരിശോധനയും വ്യത്യസ്ത ഏജൻസികളെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ഈ ശുചിത്വവും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഈ ഒരുപാട് കാലം കേരളത്തിൽ ചർച്ച ചെയ്തതാണ്. കേരളത്തിലെ ടൂറിസം ഇൻഡസ്ട്രിയിൽ നമ്മുടെ കായലുകളുടെ ഹൗസ് ബോട്ടുകളുടെ സൗകര്യം അനേകായിരം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒന്നാണ്. ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും സന്തോഷപ്രദമായ ഒരു ഉൽപ്പന്നമാണ് ഹൗസ് ബോട്ടുകളുടേത്. പക്ഷേ അതിൻ്റെ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി ഇന്ന് വേണ്ടത്ര സൗകര്യങ്ങളില്ല. മുൻകാലങ്ങളിലൊക്കെ കായലിലേക്ക് തന്നെ അത് തട്ടുക എന്നുള്ള സ്ഥിതി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അതിന് കുറെ കൂടി ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ ആളുകളും സർക്കാരിൻ്റെയൊക്കെ ശ്രമത്തിൻ്റെ ഭാഗമായി ചില പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊരു കേന്ദ്രം വേണ്ട. ഇത്തരം ബോട്ടുകളുള്ള കേന്ദ്രത്തിൽ അത് സംസ്കരിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഇന്നുള്ള അപര്യാപ്തത പരിഹരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് എന്നും കൂടിയാണ് ഞാൻ കരുതുന്നത്. ഇതിന് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ അറിവുകളും പുതിയ സാങ്കേതിക വിദ്യകളും
അതോടൊപ്പം ഒരു ടെക്നിക്കലായിട്ടുള്ള സഹായം നൽകാനും ഇന്നുള്ള നമ്മുടെ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു 5 വർഷം കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് വരും. പുതിയ ജനപ്രതിനിധികളാണ് വരുന്നുണ്ട്. അവരുടെ ബോധവൽക്കരണം ഉൾപ്പെടെ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ബഹുജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താനും ബോധവൽക്കരണ പ്രവർത്തനത്തിലേക്കും ഒരു നിരന്തര പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് വന്നു പോയാൽ അത് പ്രശ്നം ഉണ്ടാവും. ഓരോ വിഷയങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം എന്ന് കാണാനും അതിന് സർക്കാരിൻ്റെ ഈ രംഗത്തേക്കുള്ള കൂടുതൽ ശ്രദ്ധയും പണവും വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് വേണ്ടത്ര മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ ഊന്നൽ നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനിയും ശ്രദ്ധയുണ്ടാകണം എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനു വേണ്ടിയുള്ള മോണിറ്ററിങ് സംവിധാനം ആളുകൾ ഇപ്പോൾ ഇങ്ങനെ മാലിന്യം വലിച്ചെറിയുന്നവരുടെയൊക്കെ വിവരങ്ങൾ സർക്കാരിന് കൊടുക്കുക, അതിൻ്റെ ഭാഗമായിട്ടുള്ള പിഴ ശിക്ഷയും മറ്റുമൊക്കെ കർശനമാക്കുന്നുണ്ടെങ്കിലും ഈ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഈ സംവിധാനങ്ങളുടെ തുടർച്ച അത് കുറ്റമറ്റ രീതിയിലാണോ പോകുന്നത്? ഈ സംവിധാനങ്ങളുടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടോ? ഓരോ നമ്മൾ ഉണ്ടാക്കുന്ന MCFകളായാലും മറ്റായാലും അതിൻ്റെ പരിസരം വളരെ വൃത്തിയായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഗോഡൗണുകളിൽ എത്തിച്ചേരുന്ന തരംതിരിച്ച ഈ സാധനങ്ങളും തരംതിരിക്കാത്തവയും ഒക്കെ വളരെ കൃത്യമായി പരിപാലിക്കപ്പെടുന്നുണ്ടോ? അതിനെ സംസ്കരിക്കുന്ന രീതിയിൽ റീയൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്തുന്നതിൽ കാലതാമസം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള മോണിറ്ററിങ് അതൊരു ഗൗരവപ്പെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നുകയാണ്. തീർച്ചയായും ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാ മേഖലയിലുമുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് തുടർന്നുള്ള 5 വർഷക്കാലത്തേക്ക് നമുക്ക് കേരളത്തെ ശുചിത്വത്തിൻ്റെ കാര്യത്തിലും മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും അതിലിടപെടൽ ഈ കേരളത്തിൻ്റെ വികാസവും വികസനവുമായി കണ്ട് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വൃത്തിയുള്ളൊരു സ്ഥലത്തേക്ക് വരിക എന്നുള്ള പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. അങ്ങനെ മനോഹരമായ നാടിനെ ഏറ്റവും മനോഹരമായ ശുചിത്വമുള്ള ഒരു നാടാക്കി വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിനുള്ള നിർദ്ദേശങ്ങൾ ധാരാളം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്തരം ഒരു കാര്യത്തിന് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നേരിട്ട് വരാൻ കഴിയാത്ത വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ അതുപോലെ തന്നെ ഔദ്യോഗികമായ ചില അസൗകര്യങ്ങൾ വന്നുപെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തയക്കുന്നത്. അതിനെന്നോട് ക്ഷമിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനം. നമ്മുടെ വിഷയം അവതരിപ്പിക്കുന്നത് വളരെ വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പ്രായോഗിക അനുഭവങ്ങൾ ആർജിക്കുകയും ചെയ്തിട്ടുള്ള ജഗജീവൻ സാറാണ്. ഞാൻ സാറിനെ വിഷയം അവതരിപ്പിക്കാനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ വളരെ വേഗം കാര്യങ്ങൾ പറഞ്ഞു പോകും. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള മുഖങ്ങളാണ്, ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് അവരെ വീണ്ടും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാലിന്യ പരിപാലനം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സമരങ്ങളാണ്. ഒരു 10-12 സമരങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു. അപ്പോൾ പ്രതിഷേധങ്ങളുടെ കാലഘട്ടമായിരുന്നു. 2016 മുമ്പ് വരെയുള്ള അല്ലെങ്കിൽ 2015 വരെയുള്ള കാലഘട്ടം. അതിൽ നിന്ന് ആലപ്പുഴയിലുള്ള വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിൻ്റെ രീതി വികസിപ്പിക്കുന്നു. വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം ഒരു പൊളിറ്റിക്കൽ അജണ്ടയായി 2015 സ്വീകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വികേന്ദ്രീകൃതവും സംയോജിതവുമായ മാലിന്യ സംസ്കരണ പരിപാടിയാണ് വേണ്ടത് എന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. ആ സമീപനം സ്വീകരിക്കാൻ പ്രേരകമായത് കേരളത്തിൽ നടന്ന പ്രായോഗിക പ്രവർത്തനങ്ങളും കഴിഞ്ഞ പഠന കോൺഗ്രസുമാണ്. 2015 നടന്ന പഠന കോൺഗ്രസ്സിലെ ഒരു പ്രത്യേക പഠന സമ്മേളനമായിരുന്നു കേരളത്തിലെ മാലിന്യ സംസ്കരണം. അതിൻ്റെ ശുപാർശയായിരുന്നു കേരളത്തിൽ വികേന്ദ്രീകൃതവും സംയോജിതവുമായ മാലിന്യ പരിപാടി വേണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2016 നവകേരളം കർമ്മ പദ്ധതി ഉണ്ടാവുകയും അതിൽ ഹരിതകേരളം മിഷൻ
പ്രത്യേക ഒരു മിഷനായിട്ട് രൂപീകരിക്കുകയും വെള്ളം വൃത്തി വിളവ് എന്ന സമവാക്യത്തിൽ ഈ മാലിന്യ പരിപാലന രീതിക്ക് പ്രത്യേക ഉപമിഷന് ഹരിത കേരളം മിഷനകത്ത് രൂപം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നത്. ഈ 10 വർഷത്തെ നേട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ ആലോചിക്കേണ്ടത് 2015 വരെ ഇതൊന്നുമില്ല. 2015 ശേഷം ഉണ്ടായ അല്ലെങ്കിൽ 2016 മുതൽ 2026 വരെയുള്ള നേട്ടമാണ് നമ്മൾ കാണുന്നത്. അത് വിശദീകരിക്കുന്നില്ല, കാണുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. വാതിൽപ്പടി ശേഖരണം എടുത്ത് നോക്കിയുള്ളൂ. ഹരിതമിത്ര ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 92% സ്ഥാപന വീടുകളിൽ നിന്നും എടുക്കുന്നു. 78% യൂസർ ഫീ നവംബറിലെ കണക്കാണ്. ഇത് ഞാൻ ഇങ്ങനെ ഇടുന്നതിന് കാരണം വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള വ്യത്യസ്ത രീതികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയും ഏകദേശം ഒരു 70% കവർ ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കൃത്യം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സിസ്റ്റത്തിനകത്ത് നമുക്ക് കൃത്യമായി സമാഹരിക്കുന്ന വിവരങ്ങളാണ്. പലതരത്തിലുള്ള ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇതിനകത്തേക്ക് കേരളത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. മിനി MCF-ന്റെ കണക്കെടുത്ത് ഹരിതകർമ്മസേനയുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയേ. 38,000 ഹരിതകർമ്മസേനയും 28,833 മിനി MCF-കളും ഇന്ന് കേരളത്തിലുണ്ട്. MCF RRF 92 RRF-ഉം 1526 MCF. ഒരു ലോക്കൽ ബോഡിക്ക് വരണമെങ്കിലും വേണം. ഇല്ലാത്ത സ്ഥലങ്ങളിലും അതുപോലെ വാടകയ്ക്കുള്ള സംവിധാനങ്ങളും ഉണ്ട്. സ്പെഷ്യൽ വേസ്റ്റുകൾ ഇതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ പ്രത്യേകം കൈകാര്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മാലിന്യം സമാഹരിക്കാനുള്ള സംവിധാനമുണ്ട്. കോഴി മാലിന്യത്തിന് 52 പ്ലാന്റ് കേരളത്തിലുണ്ട്, 28 പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി പലതും പല സാങ്കേതിക പ്രശ്നങ്ങൾ, എതിർപ്പുകൾ അങ്ങനെ നിൽക്കുകയാണ്. സാനിറ്ററി മാലിന്യം ഇപ്പോൾ ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ 5 റീജിയണൽ പ്ലാന്റുകൾ വരാൻ പോവുക. അതുകൂടി കേരളത്തിലെ പൂർണ്ണമായും പ്രതിദിനം ഉണ്ടാകുന്ന മുഴുവൻ സാനിറ്ററി മാലിന്യം സംസ്കരിക്കുന്ന സംവിധാനം മാർച്ചോടുകൂടി നമുക്ക് ആകും. ബാക്കി മുടി മാലിന്യത്തിനും ഇന്ന് പ്രത്യേക സംവിധാനമായി കഴിഞ്ഞു. ഹരിതമിത്ര ആപ്പ് ഇന്ന് 65 ഇതിപ്പോൾ 72 ലക്ഷമായി. ഇത് നവംബറിലെ കണക്കാണ്. പൂർണ്ണമായി ഇതിനകത്തേക്ക് എന്നുവെച്ചാൽ മാലിന്യം എടുക്കുന്നത് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് വന്നു. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 15 ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഇന്ന് ഡിജിറ്റൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ദെൻ CKCL-ന്റെ മാലിന്യ മാറ്റം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ CKCL മാത്രം തന്നെ ഇന്ന് ഏകദേശം 72,000 മെട്രിക് ടൺ അജൈവ മാലിന്യം ശേഖരിക്കുന്നു. പ്രൈവറ്റ് കൂടി എടുക്കുമ്പോൾ ഏകദേശം 1.5 ലക്ഷം ടണ്ണോളം വരും. ഗോഡൗൺ ഫെസിലിറ്റി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇത് CKCയുടെ-ആണ്. 2,81,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. പ്രൈവറ്റ് വരണമെങ്കിൽ ഇതിന് തുല്യമായ ഏജൻസികൾ നമ്മൾ അക്രഡിറ്റ് ചെയ്തതിന് ഫെസിലിറ്റി വന്നു കഴിഞ്ഞു. നിയമ നടപടി എടുത്ത് പരിശോധിച്ച് നോക്കി ഡിസംബർ ആകുമ്പോൾ 2,53,720 നിയമ നടപടികൾ നമ്മൾ അതിനകത്തേക്ക് പോയി. 17 കോടി രൂപ അതിൽ നിന്ന് പിഴ നമ്മൾ എടുത്തു. ഇനി പ്രൈവറ്റ് ഏജൻസികൾ എടുത്ത് പരിശോധിച്ചു. ഈ രംഗത്ത് നമ്മൾ അംഗീകാരം കൊടുത്തിട്ടുള്ള പ്രൈവറ്റ് ഏജൻസി എടുക്കണം. 256 പ്രൈവറ്റ് ഏജൻസികൾ ഇന്ന് ഈ രംഗത്തുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദേശീയ റാങ്കിങ് എടുക്കുകയാണെങ്കിൽ 1000-ന് താഴെയായിരുന്നു. അതിൽ നിന്ന് നമ്മൾ വലിയ രീതിയിലുള്ള പുരോഗതിയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ നല്ല വശങ്ങളായിരുന്നു. ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോഴും തരംതിരിക്കാൻ വൈമുഖ്യമുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്നത് നമ്മൾ കാണുന്നു. പിന്നെ എന്ത് വന്നാലും എതിർക്കുക എന്നൊരു മനോഭാവം. ഒരു MCF വയ്ക്കാൻ ആക്കൂല, മിനി MCF വയ്ക്കാൻ ആക്കൂല, സെപ്റ്റേജ് പ്ലാന്റ് തുടങ്ങാൻ സാധിക്കത്തില്ല. ആ എതിർപ്പ് വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. അതുപോലെ ഭൂമി ലഭിക്കുന്നില്ല, ഇതിന് ഭൂമി ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നം, മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ള മനോഭാവത്തിനോടുള്ള പ്രശ്നം, സാനിറ്ററി മാലിന്യത്തിന് നമുക്ക് അഡീഷണൽ യൂസർ ഫീ ഏർപ്പെടുത്തേണ്ടി വരും, അത് നമ്മുടെ മുന്നിൽ പ്രശ്നമായി നിൽക്കുന്നു. പിന്നെ വൻകിട മാലിന്യ ഉൽപ്പാദകർ, ഹോട്ടലുകൾ, സ്ഥാപനങ്ങൾ, എല്ലാത്തരം സ്ഥാപനങ്ങളും ഇതിനുള്ള സംവിധാനം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്. പുതുതലമുറ മാലിന്യങ്ങൾ അതിനെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരിക. മറ്റൊരു പ്രധാനപ്പെട്ടത് ലോക്കൽ ഗവൺമെൻറ് ആണെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് നടപടിയിൽ മടി കാണിക്കുക എന്നൊരവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്കിനി എന്താ വേണ്ടത്? അതെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉറവിട ജൈവ മാലിന്യ സംസ്കരണത്തിനെ പരമാവധി എത്തിക്കുക. ഒരു 80% അതുകൊണ്ട് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ അനുഭവം കാണുന്നത്. അതേസമയം ഭക്ഷണ മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുക, അതൊരു വലിയ ക്യാമ്പയിനായിട്ട് തന്നെ എടുക്കണം. കാരണം അളവ് കുറയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് അത് ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം. എന്നാൽ ചില നഗരപ്രദേശങ്ങളിൽ നമുക്ക്
BioCNGയുടെയോ അല്ലെങ്കിൽ BSFൻ്റെയോ അല്ലെങ്കിൽ വലിയ വിൻഡ്ര കമ്പോസ്റ്റിൻ്റെയോ ഇപ്പോൾ ഉദാഹരണം കൊച്ചി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് വരുന്നു, കോഴിക്കോട്, പ്രധാന നഗരങ്ങളിൽ ചിലപ്പോൾ നമുക്കത് വേണ്ടി വരും. ഇതിന് പുറമെ കുറച്ചുകൂടി സാമൂഹ്യ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരണം. ഈ സർവീസ് കൊടുക്കാൻ വികേന്ദ്രീകൃത ജൈവമാലിന്യ പരിപാലനവും അതുപോലെ അജൈവമാലിന്യ പരിപാലനത്തിനുള്ള ടെക്നോളജി സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു പ്രൊഫഷണൽ ഏജൻസിയായി ഹരിതകർമ്മസേനയെ മാറ്റി ഒരു ഗ്രീൻ ടെക്നോളജി സെൻ്ററാക്കി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുക എന്നത് നമ്മുടെ ആവശ്യമാണ്. അജൈവ മാലിന്യത്തിൻ്റെ കാര്യം പറയുമ്പോഴും അതിലും ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതും തരംതിരിവ് സമ്പൂർണ്ണമാക്കുക എന്നുള്ളതും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകണം. എന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്ന് സാധനം എടുക്കുമ്പോൾ വില കിട്ടുന്ന എല്ലാത്തിനും അതിൻ്റെ ഒരു വില കൊടുത്ത് തന്നെ എടുക്കുക. വില ഇല്ലാതെ അല്ലെങ്കിൽ വില കൊടുത്ത് സംസ്കരിക്കേണ്ടി വരുന്നതിന് ചാർജ് ഈടാക്കുക. അങ്ങനെ വരുമ്പോൾ ഏകദേശം അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന തരത്തിൽ ആ ഒരു പുതിയ മാറ്റം കൊണ്ടുവരേണ്ടി വരും. ഹരിതകർമ്മസേനയുടെ ഇപ്പോഴത്തെ ബിസിനസ് 650 കോടിയാണ്. ഇപ്പോൾ അത് 1000 കോടിയിലേക്ക് എത്തിക്കുക. അത് എത്തിക്കാൻ പറ്റും. അത് നോക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നതാണ്. പുനരംഗണ സാധ്യമല്ലാത്തതിന് RDF പ്ലാന്റ് അതിപ്പോൾ 4 ആയിക്കഴിഞ്ഞു. നമുക്കത് ആവശ്യത്തിലുള്ളത് ഈ വരുന്ന ഒരു 6-7 മാസത്തിനകം നിലവിൽ വന്നു കഴിയും. അപ്പോൾ റിജക്ഷനെ പൂർണ്ണമായും നമുക്ക് RDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അജൈവ മാലിന്യത്തുമായി ബന്ധപ്പെട്ട അടുത്ത ചില ഘടകങ്ങൾ വരുന്നത് നമ്മുടെ സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുക എന്നുള്ള പരമാവധി കഠിനാധ്വാനം കുറയ്ക്കുന്ന യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഈ പ്ലാന്റുകളെ ആധുനികവൽക്കരിക്കുക എന്ന ഘട്ടമാണ് വരുന്ന ഒരു 4-5 വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ടത്. സാനിറ്ററി മാലിന്യത്തിനുള്ള ഇതിനെ സമ്പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. റീസൈക്ലിംഗ് പ്ലാന്റുകൾ കേരളത്തിൽ നമ്മളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എല്ലാ തരം അജൈവ മാലിന്യത്തിൻ്റെ റീസൈക്ലിംഗ് പ്ലാന്റുകൾ, റീസൈക്ലിംഗ് പാർക്കുകൾ കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ റിജക്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന RDFനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചിലപ്പം അതിനുവേണ്ടി മാത്രം, അല്ലാതെ ഒരു എനർജി ഉൽപ്പാദിപ്പിക്കുക നിലയ്ക്കല്ല, RDFനെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒരു വേസ്റ്റ് ടു എനർജി പ്ലാന്റിനെ കേരളത്തിൽ ഒരെണ്ണം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അജൈവ മാലിന്യത്തിൻ്റെ മറ്റു വരുന്നത് ബയോമെഡിക്കലാണ്. കിടപ്പ് രോഗികൾ, പ്രായം ചെയ്ത എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ ബയോമെഡിക്കൽ മാലിന്യം വീടുകളിലുണ്ടാകും. അതിന് ആരോഗ്യ സംവിധാനങ്ങളെയും തദ്ദേശ ഭരണ ബന്ധിപ്പിച്ചൊരു ശൃംഖല നമുക്ക് കൊണ്ടുവരേണ്ടി വരും. നിർമ്മാണ മാലിന്യം നമ്മൾ ഉദ്ഘാടനം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നിർമ്മാണ മാലിന്യം കൺസ്ട്രക്ഷൻ വേസ്റ്റിനെ എടുത്ത് റീയൂസ് ചെയ്യാനും അതിൽ നിന്ന് പുതിയ മെറ്റീരിയൽ ഉണ്ടാക്കാനുള്ള ഇൻഡസ്ട്രി നമ്മൾ കൊണ്ടുവരേണ്ടി വരും. പുതിയ പ്രത്യേകിച്ച് സോളാർ പാനലുകളും ലിഥിയം ബാറ്ററിയും ഒക്കെ അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ട ഫെസിലിറ്റി നമ്മൾ കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റിന് വളരെ ഉള്ള കാലം മുഴുവൻ സൂക്ഷിക്കേണ്ടി വരുന്ന വേസ്റ്റിനെ അതിനൊരു ടെക്നോളജി ഉണ്ടായി വരുന്നത് വരെയുള്ള സംരക്ഷണ കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്ക് കൊണ്ടുവരണം. ഈ മാലിന്യ സംസ്കരണത്തിലുള്ള പ്ലാന്റ് അത് ഏകദേശം ക്ലീൻ കേരള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്ലാന്റ് ആരംഭിക്കാനുള്ള നടപടികൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അതിനുള്ള സ്വന്തം പ്ലാന്റ് നമുക്ക് കൊണ്ടുവരണം. ദ്രവമാലിന്യം ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കുക. നമ്മൾ കക്കൂസിൻ്റെ കാര്യത്തിൽ സമ്പൂർണ്ണം നേടി. ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഭൂമിക്കടിയിൽ ബോംബ് കുഴിച്ചിട്ടിരിക്കുക. അതിനെ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നത് ഉള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പ്രകൃതിദത്ത രീതികൾ ഡീസെൻട്രലൈസ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വെച്ചുകൊണ്ട് വികേന്ദ്രീകൃത രീതി തന്നെ അതിനകത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. അന്ന് പല രീതികൾ ഇന്നിപ്പോൾ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട്. കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡ് പോലുള്ള നാടിനിണങ്ങുന്ന ചില രീതികൾ കൊണ്ടുവരേണ്ടി വരും. അതുപോലെ വികേന്ദ്രീകൃതമായ മറ്റ് കക്കൂസ് മാലിന്യമാണെങ്കിൽ FSTPയുടെ സാധ്യമായ നമ്മുടെ നെറ്റ്വർക്ക് സ്വിച്ച് നെറ്റ്വർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കോർ ടൗൺ ഏരിയയിൽ അതിനുള്ള സംവിധാനം കൊണ്ടുവരിക. അതേസമയം പുനരുപയോഗം ചെയ്യാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചാൽ 2031 ആകുമ്പോഴെങ്കിലും 30% വെള്ളമെങ്കിലും റീയൂസ് ചെയ്യുന്ന ഒരു പോളിസി നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇതിനുള്ള ഗ്യാപ്പ് പരിഹരിക്കുക എന്ന ഒരു പ്രധാന സ്റ്റെപ്പ് നമ്മൾ എടുക്കുക. അപ്പോൾ ജൈവ മാലിന്യത്തിൻ്റെ ഗ്യാപ്പ് പരിഹരിക്കുകയും ദ്രവമാലിന്യത്തിൽ ഗൗരവമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു സ്റ്റെപ്പിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിലവിലുള്ള ചില സംവിധാനങ്ങൾ വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അതിലൊന്ന് ക്ലീൻ കേരള കമ്പനിയുടെ ബിസിനസ് വിപുലപ്പെടുത്തുന്നത്. ഇതൊരു വലിയ ബിസിനസ് ഏരിയയാണ്. ഇതിനകത്ത് ഇറങ്ങി നിന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു വലിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള വൻ ബിസിനസ് ശൃംഖലയാണ്. അപ്പോൾ അതിന് ക്ലീൻ കേരള കമ്പനി ശുചിത്വ മിഷനെ സമ്പൂർണ്ണമായി നവീകരിക്കണം. സമ്പൂർണ്ണമായും. കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും വകുപ്പുകൾക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ഹൈ പ്രൊഫൈലുള്ള സ്ഥാപനമായിട്ട് അതിനെ മാറ്റണം. അത്രയും കേപ്പബിലിറ്റിയുള്ള അതിന് ഉള്ള സംവിധാനം കൊണ്ടുവരണം. കുടുംബശ്രീയുടെ കാര്യത്തിലും ഹരിതകർമ്മസേന നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ഇപ്പോൾ 650 കോടിയാണ് ഇപ്പോഴത്തെ ടേൺ ഓവർ. ഇതൊരു 1000-1500 കോടിയിലേക്ക് പോകും. ഇന്നിപ്പോൾ 25% താഴെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ചെറിയ വരുമാനമുള്ളത്.
ബാക്കി അതിൻ്റെ മുകളിലോട്ടുള്ളവരെല്ലാം 10,000-ന് മുകളിൽ പോയി. 25,000, 70,000, 80,000 കിട്ടുന്നവരുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിനെ കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള പ്രത്യേക ഒരു സിസ്റ്റം കുടുംബശ്രീക്കകത്ത് തന്നെ കൊണ്ടുവരേണ്ടി വരും, ഒരു സംവിധാനം കൊണ്ടുവരേണ്ടി വരും. മറ്റൊന്ന്, ഈ ഹരിത വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനം. അത് ടെക്നോളജി വേണം, വാല്യൂ ആഡഡ് മെറ്റീരിയൽ. ഞാൻ ഈ വേസ്റ്റ് പ്രോസസ്സിങ്ങായി ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലത്ത് ബാംഗ്ലൂർ 1-2 ഫാക്ടറിയിൽ പോയപ്പോൾ അതിൽ നിന്ന് അവർ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള മൂലകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന ടെക്നോളജി അവർക്കുണ്ട്. പക്ഷേ അതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ ആ രൂപത്തിലുള്ള പുതിയ അന്വേഷണങ്ങൾ നടത്താൻ ഉള്ള സംവിധാനം നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരേണ്ടി വരും. ഇതോടൊപ്പം തന്നെ സർക്കാർ വകുപ്പുകളുടെ പ്രശ്നം, അവർക്കും എല്ലാ വകുപ്പും നന്നായിട്ട് വേസ്റ്റ് ഉണ്ടാക്കുന്നവരാണ്, ഏത് വേസ്റ്റ് വകുപ്പ് എടുത്ത് നോക്കിക്കോളൂ. പക്ഷെ അവർക്കാർക്കും അതിനകത്തൊരു ഉത്തരവാദിത്വമില്ല. എല്ലാ വകുപ്പിനും ഉത്തരവാദിത്വം കൊണ്ടുവരുന്നുണ്ട്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുമ്പോൾ ഇവിടുത്തെ ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ട് ചെയ്ത് അത് കമ്പോസ്റ്റ് ആകുമ്പോൾ അത് സെല്ല് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് സ്വയം ഏറ്റെടുക്കേണ്ടത്, ആ റെസ്പോൺസിബിലിറ്റിയിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ വകുപ്പിന് മാലിന്യ പരിപാലനം അവരുടെ അനിവാര്യ ചുമതല, എല്ലാ വകുപ്പിനും അതിനകത്ത് കൊണ്ടുവരണം. അവരുടെ പ്ലാൻ ഫണ്ടിൻ്റെ ഒരു ചെറിയ ശതമാനം, ഇപ്പോൾ ഉദാഹരണം ഫിഷറീസ് വകുപ്പ് ഒരു വർഷം 400 കോടി രൂപ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഫിഷ് ലാൻഡിംഗ് സെൻറ്ററും മത്സ്യബന്ധന തുറമുഖങ്ങളും ഫിഷ് മാർക്കറ്റിലുണ്ടാകുന്ന ഫിഷ് വേസ്റ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള പ്ലാന്റ് അത് 2-3% തുക അതിൽ നിന്ന് മാറ്റിവെക്കുക ഉത്തരവാദിത്വം വകുപ്പിൻ്റെതായി മാറണം. അങ്ങനെ എല്ലാ വകുപ്പിനും ആ ഉത്തരവാദിത്വം അതിനകത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. പുനരുപയോഗത്തെക്കുറിച്ചുള്ള പ്രത്യേക പോളിസി നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അത് നിർമ്മാണ വസ്തുക്കൾ, ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഫണ്ട് നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടം പൂർണ്ണമായും പുനരുപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കാൻ പോകുന്നത്. ആ രൂപത്തിൽ കൂടുതൽ നിർമ്മാണം, ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ പുനരുപയോഗത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരേണ്ടി വരും. അതുപോലെ നമ്മുടെ പ്രത്യേകിച്ച് EPRൻ്റെയും മീഥേൻ ഫണ്ട്, കാർബൺ ക്രെഡിറ്റ് തുടങ്ങിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. നമ്മൾ അതിലേക്ക് പോയിട്ടില്ല. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം എടുക്കണം. ഈ മാലിന്യ പരിപാലനത്തിന് പ്രത്യേക റേറ്റിങ്ങും ഗ്രേഡിങ്ങും കൊണ്ടുവരണം. ഇന്നിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ റേറ്റിങ്ങും ഗ്രേഡിങ്ങും കൊണ്ടുവരും. അതേപോലെ തന്നെ ബാക്കി എല്ലാ സ്ഥാപനങ്ങളെയും ഇത്തരത്തിലുള്ള റേറ്റിങ്ങും ഗ്രേഡിങ്ങിലെയും കൊണ്ടുവരികയാണ്. ഇതോടൊപ്പം തന്നെ ഡിജിറ്റൽ വൽക്കരണം സമ്പൂർണ്ണമായി ഏത് തരം മാലിന്യമായിരുന്നാലും സോഴ്സ് മുതൽ പ്രോസസ്സിംഗ് തലം വരെ ഇതിന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് വലിയ സാധ്യത. ഇപ്പോൾ കേരളത്തിൽ വർക്കുന്ന മുടി മാലിന്യമായിരുന്നാലും തുണി മാലിന്യമായിരുന്നാലും വേസ്റ്റ് ആയിരുന്നാലും ചിക്കൻ വേസ്റ്റ് ആയിരുന്നാലും ഫിഷ് വേസ്റ്റ് ആയിരുന്നാലും ഒക്കെ പ്രൈവറ്റ് ഏജൻസിയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് ഏജൻസിയുടെ പാർട്ട്ണർഷിപ്പ് കൂട്ടാൻ ആവശ്യമായ ഇത് കൊണ്ടുവരേണ്ടി വരും. അതുപോലെ ഏജൻസികളുടെ നിലവിലുള്ള മൾട്ടിപ്പിൾ ഏജൻസികളെ ഏകോപിപ്പിച്ചുള്ള സിസ്റ്റം കൊണ്ടുവരേണ്ടി വരും. ഹരിതകർമ്മസേനയെ ബ്രാൻഡ് ചെയ്ത് ഇറക്കാനുള്ള സംവിധാനം കൊണ്ടുവരും. ഈ മേഖലയിലെ സംരംഭകർക്ക് നികുതി ഇളവും ഇത് കൊടുക്കുന്ന കാര്യം ആലോചിക്കേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ അതോടൊപ്പം തന്നെ മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിൽ ഹരിതചട്ടം കമ്പൽസറി ആക്കേണ്ടി വരും. അത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ കൊണ്ടുവരും. നിലവിലുള്ള ചില അനുബന്ധ നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരേണ്ടി വരും. അത് കേരള പോലീസ് ആക്ട്, ഫോറസ്റ്റ് ആക്ട്, മുനിസിപ്പൽ ആക്ട്, ഇപ്പോൾ ഈ ലൈഫ് സ്റ്റോക്ക് ഫാമിന് കൊടുക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുവരേണ്ടി വരും. കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട്, കേരള ഇൻലാൻഡ് വെസൽ ചട്ടങ്ങൾ, കേരള ടൂറിസം ഫ്രെയിംവർക്ക്, ഇങ്ങനെ നിലവിലുള്ള എല്ലാ അനുബന്ധ നിയമങ്ങൾക്കകത്തും ഇതിനനുസരിച്ചുള്ള ഭേദഗതികൾ കൊണ്ടുവരണം. മികവ് നിർണ്ണയത്തിന് പുതിയ സൂചകങ്ങൾ നിർണ്ണയിക്കണം. അപ്പോൾ മികവ് നിർണ്ണയത്തിൻ്റെ സൂചകത്തിൽ ഏറ്റവും പ്രധാനമായി ഊന്നുന്നത് ഒരു പഞ്ചായത്തിലെ, നഗരസഭയിലെ, ജില്ലയിലുള്ള പൊതുജലാശയങ്ങളുടെയും അതുപോലെ കുടിവെള്ളത്തിൻ്റെയും ക്വാളിറ്റി ആയിരിക്കണം ഒറ്റ ഇൻഡിക്കേറ്റർ വയ്ക്കേണ്ടത്. അത് വരുമ്പോൾ ബാക്കിയുള്ള അതിനകത്തേക്ക് വരും. അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള പുതിയ മൂല്യനിർണ്ണയ രീതി ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ രണ്ടാമത്തെ ഇൻഡിക്കേറ്ററായിട്ട് എടുക്കേണ്ടത് കൃഷി, ടൂറിസം, ആരോഗ്യം, ജൈവവൈവിധ്യം. ഇതെങ്ങനെ സ്വാധീനിക്കും? ഇങ്ങനെ 2 ഇൻഡിക്കേറ്റർ വെച്ചുള്ള ഒരു പുതിയ അപ്രോച്ച് ഇതിനകത്തേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അടുത്ത 10 വർഷത്തെ ലക്ഷ്യം വയ്ക്കേണ്ടത് ദ്രവമാലിന്യ പരിപാലനമായിരിക്കണം. അത് വെച്ചുകൊണ്ട് ജലത്തിൻ്റെ ഗുണനിലവാരം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് പഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും ജില്ലകളുടെയും ഒക്കെ തന്നെ പെർഫോമൻസ് അസസ് ചെയ്യപ്പെടേണ്ടത് എന്ന്. ആ രൂപത്തിലുള്ള ഒരു പുതിയ സമീപനം ഇതിനകത്ത് എടുക്കണം. നമ്മൾ സ്വീകരിച്ചു വന്ന സമീപനം ഇന്ന് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത്രയും സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ മോഡൽ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പഠന കോൺഗ്രസിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ അടുത്ത ഘട്ടത്തിലേക്ക് കുതിക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ ചർച്ച നയിക്കുന്നവർ ഈ വിഷയത്തിൽ വളരെ അറിവുള്ളവരാണ്. സമയത്തിൻ്റെ പരിമിതി
ഞാനൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 10 മിനിറ്റാണ് ചർച്ചയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം. ഞാൻ പ്രൊഫസർ PK രവീന്ദ്രൻ സാറിനെ ചർച്ചയ്ക്കായി ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ ഇത്രയും പേര് എത്തിയിട്ടുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഒരുപക്ഷെ കേരള വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസക്തമായ ഒന്ന് മാലിന്യ പരിപാലനമാണ്. മാലിന്യ സംസ്കരണം എന്നുള്ള വാക്കിനേക്കാൾ നല്ലതൊരു പക്ഷേ വേസ്റ്റ് മാനേജ്മെൻറ്റാണ്, പരിപാലനമാണ്. മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടെ നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് മുഖ്യ വിഷയാവതാരകൻ ജഗജീവൻ പറയുകയുണ്ടായി. അതിൽ പറഞ്ഞ കാര്യങ്ങളോട് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളോടും തന്നെ ഉള്ള യോജിപ്പ് ഞാൻ ആദ്യമേ പറയട്ടെ. വളരെയേറെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റ് നഗരങ്ങളിലോ ഗ്രാമപ്രദേശം വടക്കോട്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അവിടെ മാലിന്യം പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഈ അടുത്ത കാലം വരെ മാലിന്യ പ്രശ്നത്തിനെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഇഷ്യൂ ആയിട്ട് കണക്കാക്കിയിരുന്നത്. കാരണം ഗ്രാമത്തിൽ ഇല്ലല്ലോ അത്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഗ്രാമങ്ങളൊക്കെ തന്നെ നഗരവൽകൃതമായതുകൊണ്ട് ഗ്രാമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഈ പറയുന്ന മാലിന്യം വന്നുപെട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് മറ്റ് പ്രദേശങ്ങളിൽ പ്രായോഗികമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്തുകൊണ്ട് പ്രായോഗികമാകില്ല എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇപ്പൊ തുടർച്ചയായി നിരവധി വർഷങ്ങളായി മാലിന്യ സംസ്കരണ രംഗത്ത് 1ാം സ്ഥാനം നേടുന്ന ഇന്ത്യയിലെ മഹാനഗരം അല്ലേ ഇൻഡോറാണ്, മധ്യപ്രദേശിൽ. ഈ അടുത്ത കാലത്ത് കുറെ കുടിവെള്ള പ്രശ്നം ഉണ്ടായിരിക്കാൻ പോകുന്നില്ല. ഇൻഡോറിനോ അതുപോലുള്ള മറ്റ് നഗരങ്ങൾക്കൊക്കെ സ്ഥലപരിമിതി ഇല്ല. അവിടെ വേണമെങ്കിലും സ്ഥലം കിട്ടും. അപ്പൊ ഒരു വലിയ പ്ലാന്റ് ആ നഗരത്തെ മൊത്തം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുഴുവൻ മാലിന്യത്തിനും വേണ്ടത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സ്ഥലമുണ്ട്. 2, പ്രാദേശികമായ എതിർപ്പ് അവിടെ ഇല്ല. കാരണം അത്രയേറെ പ്രാദേശികമായി സംഘടിക്കാനും എതിർക്കാനുമുള്ള ശേഷി അവിടെയുള്ള ജനങ്ങൾക്കില്ല. 3, കേരളത്തിൻ്റേത് പോലുള്ള ഒരു ഭൂപ്രകൃതിയല്ല. നമുക്ക് ഈ 560 കിലോമീറ്റർ ഉള്ള പ്രദേശത്തിനകത്ത് 44 നദികളുണ്ട് അല്ലേ? ഈ 44 നദികൾ 560 കിലോമീറ്റർ നോക്കിയാൽ 2 നദിക്കിടയ്ക്ക് ശരാശരി വരുന്ന ദൂരം ഏതാണ്ട് 12.5 കിലോമീറ്ററാണ്. അതായത് ഒരു നദിയുടെ 2 സൈഡിലും ഒരു 6.5 കിലോമീറ്റർ ആകുമ്പോഴേ അടുത്ത നദിയുടെ എത്തിക്കഴിഞ്ഞു. ഇതിനിടയ്ക്കുള്ള ഇടത്തോടുകളുണ്ട്. അതായത് അത്രയേറെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള വാട്ടർ വേസ്, ജലസ്രോതസ്സുകൾ ഉള്ളിടത്ത് നിങ്ങൾക്ക് ജലം മലിനീകരിക്കാതെ വലിയൊരു പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം കണ്ടെത്തുക ഏറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ ബോധപൂർവം തന്നെയാണ് കേരളം വികേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ സംവിധാനമേ കേരളത്തിൽ പറ്റൂ. കേന്ദ്രീകൃതമായത് വളരെ നിർണായകമായ ചില അവസരങ്ങളിൽ മാത്രം, ഒട്ടും വഴിയില്ല എങ്കിൽ അതിൻ്റെ സൊഫിസ്റ്റിക്കേഷനോ മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് പോവാം. ഇത് പ്രായോഗികമാക്കുക എന്നുള്ളതാണ് കേരളം കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് നേടിയിട്ടുള്ളത്. അതിൽ നിന്നുള്ളൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് വീണ്ടും ഇൻഡോർ മാതൃക മറ്റേ മാതൃകയൊക്കെ പറഞ്ഞ് വർത്തമാനം പറയുന്നവരുണ്ടാവാം. അതിനകത്തേക്ക് നമ്മൾ എത്തി വീഴരുത്. അതൊക്കെ അപ്രായോഗികമാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക്, കേരളത്തിലെ ആളുകളുടെ ജീവിത രീതിക്ക്, മനസ്സിന് ഒന്നും തന്നെ ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനത്തെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നത് വെളപ്പിൽശാലയും ലാലൂരും ഞെളിയമ്പറമ്പും ഒക്കെ നമുക്ക്, എന്തിനാ കോട്ടയത്തെ വടവാതൂരടക്കം എല്ലാം കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതിനെ ആവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ ആ കാര്യം, ഈ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തി പൂർണ്ണമായ രീതിയിലേക്ക് എത്തിക്കാൻ, കരമാലിന്യത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയട്ടെ, കുറെ അധികം നമ്മൾ പോയി, ഇനിയും പോകാനുണ്ട്. ആദ്യത്തെ ശതമാനങ്ങളൊക്കെ വളരെ എളുപ്പമാണ് അല്ലേ? 90 95 എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 90 എത്തിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ കൂടുതൽ ബുദ്ധിമുട്ടുള്ള സെഗ്മെന്റിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. എങ്ങനെ ഇത് പൂർണ്ണമാക്കാൻ പറ്റും? മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും പരിപാലനമൊക്കെ പകുതി പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ
പണ്ട് എൻ്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞ പോലെ ഒരു തോട് പകുതി ചാടി എന്ന് പറയണ പോലെ. തോട് പകുതി ചാടിയാൽ എങ്ങനെയാവും അറിയാമല്ലോ. ആ അവസ്ഥ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെ പൂർത്തീകരിക്കാം? ഈ രേഖയിലെ ജഗജീവൻ പറഞ്ഞ കാര്യം, കഴിഞ്ഞ വർഷം 2713 കോടി ഉറുപ്പിയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണ പരിപാടികൾക്ക് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. അത്രയും തുക ചെലവാക്കുമോ? ഇല്ല. ഞാൻ ഭയപ്പെടുന്നത് അതിലെ എക്സ്പെൻഡിച്ചർ, ചെലവാക്കൽ അതിൻ്റെ 1/3 വരൂ എന്നാണ്. ഇത് വലിയ പ്രശ്നമാണ്. അപ്പൊ കാശില്ലാത്തതല്ല പ്രശ്നം, കാശ് ചെലവാക്കാൻ നമുക്ക് കഴിയാത്തതാണ്. കാശ് ചെലവാക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, കഴിയാത്തതാണ്. ആ കഴിയായികയിലെ പ്രധാന പ്രശ്നം ജഗജീവൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. നമുക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക പിന്തുണ കൊടുക്കാൻ വേണ്ട സംവിധാനങ്ങളില്ല. ആ സാങ്കേതിക പിന്തുണ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായി ആകെ പറയാനുള്ളത് ശുചിത്വ മിഷനെയാണ്. അവരുടെ കുറ്റം കൊണ്ടല്ല, പക്ഷേ ശുചിത്വ മിഷന് ആ ശേഷിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. തിരുവനന്തപുരത്ത് ശുചിത്വ മിഷന്റെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ ടീമുണ്ട്. അവർ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടി നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ അതും വെച്ചിട്ട് കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ എറണാകുളം ജില്ലയിലോ ഒക്കെ ഉള്ളൊരു പഞ്ചായത്തിന് ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. അപ്പൊ ജില്ലാ മിഷനുകളുണ്ട്. ജില്ലാ മിഷനുകൾ ഈ രീതിയിൽ ചിന്തിക്കുന്നവയല്ല. ഒരു ടെക്നിക്കൽ ഹാൻഡിലും ജില്ലാ മിഷനിലുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. അപ്പൊ ജില്ലാ മിഷനുകളിൽ ആ രീതിക്കുള്ളൊരു സാങ്കേതിക പിൻബലം നടക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ, അത് സർക്കാർ സംവിധാനമായാൽ ശരിയാവില്ല, വേറെ നിൽക്കട്ടെ. ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധാരാളമുണ്ട് എല്ലാ ജില്ലകളിലും, അവിടെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ചേർത്തുകൊണ്ട് ക്വാസി ഗവൺമെന്റലായ രീതിക്ക്, ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് അല്ല. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറയട്ടെ, ശുചിത്വ മിഷൻ വലിയൊരളവ് വരെ ബ്യൂറോക്രാറ്റിക് ആണ്. അതല്ല ഇതിന് പ്രതീക്ഷിച്ചിട്ടുള്ളത്. അത് രൂപപ്പെട്ട് വന്ന കാലത്തെ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിലൂടെയാണ് അതിൻ്റെ ഈ ബ്യൂറോക്രാറ്റിക് തലം തുടർന്നു വരുന്നത്. അത് മാറ്റിയേ പറ്റുള്ളൂ, അത് വേറെ തരം. അപ്പം ഈ രീതിക്ക് ജില്ലാ ശുചിത്വ മിഷന്റെ ജില്ലാ സംവിധാനങ്ങളെ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ സാങ്കേതിക ശേഷി നൽകാൻ പറ്റുന്ന തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. വളരെ ചിട്ടയായി ശുചിത്വ മിഷൻ തയ്യാറാക്കിയിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒറ്റ കാര്യം പറഞ്ഞാൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിലെ പ്രധാനപ്പെട്ട ബിന്നിൻ്റെ കാര്യം, ഏത് തരം റെസിനാണ് ഉപയോഗിക്കേണ്ടത്, എത്ര കനത്തിലാണ് ഉണ്ടാക്കേണ്ടത്, ഒക്കെ ചിട്ടയായി കണക്കൂട്ടിയിട്ട് പറയുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ബിൻ സെറ്റിന് 2180 റുപ്യ. ഞാൻ വെറുതെ ഒരു ഫിഗർ പറഞ്ഞാണ് കേട്ടോ. അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഇതിനനുസരിച്ച് ടെൻഡർ വിളിക്കുന്നതൊക്കെ കഴിയുമ്പോൾ ഒരു കൂട്ടർ പറയണു, ഞങ്ങൾ ഈ സാധനം 900 റുപ്യക്ക് തരാം. അപ്പം നിലവിലുള്ള ടെൻഡറിൻ്റെ രീതി അനുസരിച്ച് പഞ്ചായത്ത് എന്ത് ചെയ്യണം? ഈ 900 റുപ്യയുടെ സാധനം വാങ്ങിച്ചാലേ പറ്റുള്ളൂ. എനിക്കതൊരു സംശയം തോന്നുന്നത്, 900 റുപ്യയ്ക്ക് ഉണ്ടാക്കി ഭംഗിയായി ചെയ്യാൻ പറ്റുന്നൊരു സാധനം എങ്ങനെ ശുചിത്വ മിഷന്റെ ടെക്നിക്കൽ കമ്മിറ്റി 2000 റുപ്യ എന്ന് പറഞ്ഞു? അപ്പൊ ഒന്നുകിൽ അവരെ കണക്കൂട്ടിൽ തെറ്റി, അല്ലെങ്കിൽ ഈ 900 റുപ്യക്ക് കൊടുക്കുന്നത് അവർ പറഞ്ഞ സ്പെസിഫിക്കേഷൻ ഒന്നുമുള്ള സാധനമല്ല. അതുള്ളതാണെന്ന് ഈ പഞ്ചായത്തുകാർ എങ്ങനെ ഉറപ്പാക്കുക? ഇവിടെയാണ് ഞാൻ ഈ ദൗർബല്യം പറഞ്ഞത്. അത് മാനേജ് ചെയ്തില്ല എങ്കിൽ ഉപകരണങ്ങൾ വാങ്ങിക്കും, കുറച്ചു കാലം മാത്രം നിൽക്കും. നമ്മളിപ്പോൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം അതായിരിക്കാം. നോക്കിയില്ല എങ്കിൽ ഒരു പ്രോജക്റ്റ് വയ്ക്കുന്നു, ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സർവീസ് പ്രൊവൈഡറോ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആരാന്ന് വെച്ചാൽ സ്ഥലം വിടുന്നു. അതിൻ്റെ ഓപ്പറേഷനും മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യം അതിനകത്ത് പറയുന്നതേയില്ല. അപ്പൊ നിർബന്ധപൂർവം ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിരിക്കണം O&M. ആ സംവിധാനം അതിലുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം പ്രോജക്റ്റിലേക്ക് പോകാനായിട്ട്, പ്രോജക്റ്റിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് പോകാനായിട്ട്. തുടർച്ചയായി കുറച്ച് കൊല്ലത്തേക്കെങ്കിലും, മേ ബി 5 ഇയർ, ഒരു ആനുവൽ മെയിൻ്റനൻസ് സംവിധാനവും കൂടി ലാർജർ തിങ്ങിൽ വലിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തേ പറ്റും. ഇതില്ല എങ്കിൽ ഉണ്ടാക്കിയിട്ട ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത സാധനങ്ങളൊക്കെ, എക്യുപ്മെന്റ്സ് ഒക്കെ
വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു പക്ഷേ സ്റ്റീലോ സാധനങ്ങളൊക്കെ ആയാലും ഒരു 4-5 കൊല്ലം കൊണ്ട് കൊറോഡ് ചെയ്ത് മോശമായി തുടങ്ങും. അപ്പം ആരും അതിനുടമസ്ഥരുണ്ടാവില്ല. അങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഉപകരണങ്ങളുടെ ഒരു ശവപ്പറമ്പായിട്ട് നമ്മുടെ പല പ്രദേശങ്ങളും മാറിപ്പോകാൻ ഇടവരരുത്. അത് പീരിയോഡിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ആവശ്യമായ റിപ്പയർ ചെയ്യണം. അതിനുള്ള സംവിധാനങ്ങൾ ഓരോ പഞ്ചായത്തിലും ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ പ്രാദേശികമായി ജില്ലാതലത്തിലോ ബ്ലോക്ക് തലത്തിലോ ഇപ്പോഴേ കണ്ടെത്തി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നില്ല എങ്കിൽ മുടക്കിയ കാശ് ഉപയോഗിക്കപ്പെടില്ല. സമയം കുറവാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എളുപ്പം വരികയാണ്. ദ്രവമാലിന്യവുമായി ബന്ധപ്പെട്ട് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഒരു ശാസ്ത്രീയമായ കണ്ടെത്തലാണ് ഈ സെപ്റ്റിക് ടാങ്ക് കക്കൂസ് എന്നാണ്. സെപ്റ്റിക് ടാങ്ക് കക്കൂസ് വന്നപ്പോഴാണ് തോട്ടിപ്പണി ഇല്ലാണ്ടായത്, ആവശ്യമില്ലാണ്ടായത്. ചോദിച്ചുകൊണ്ടുള്ള കാര്യമില്ലല്ലോ. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള കക്കൂസുകളുടെ 2/3 കുഴിക്കക്കൂസുകളാണ്, അല്ലേ? ഏതാണ്ട് 60% വരുന്നുണ്ട്. അപ്പോൾ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് ആ കാര്യത്തിൽ ആദ്യം ഈ കുഴിക്കക്കൂസൊക്കെ മാറ്റുക. അത് ഒറ്റക്കുഴി ആയാലും വേണ്ടില്ല, ഇരട്ടക്കുഴി ആയാലും വേണ്ടില്ല, എല്ലാം സെപ്റ്റിക് ടാങ്ക് ആക്കുക. സെപ്റ്റിക് ടാങ്കിലെ മാലിന്യങ്ങളെ എല്ലാം കൂടി ഒന്നിച്ച് നമ്മളിപ്പോൾ പറയുന്ന പോലെ എന്തെന്നാ പറയുക, FSTPയോ STPയോ അതിൻ്റെ ഫീസിബിലിറ്റി എത്രയുണ്ടെന്നുള്ളതൊന്ന് ആലോചിക്കും. കുറച്ചെങ്കിലും ചില ആളുകൾ പരീക്ഷണപരമായിട്ട് ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ വേറൊരു പ്രോബ്ലം ഉള്ളത്, ടെക്നിക്കൽ റെഡിനെസ് പോരാ. സാങ്കേതികമായി ശരിയാണ്, പക്ഷേ സാമൂഹികമായി ശരിയല്ല. കമ്മ്യൂണിറ്റി റെഡിനെസ് ഇല്ല. ഈ കമ്മ്യൂണിറ്റി റെഡിനെസ് ഉണ്ടാക്കിയെടുത്തിട്ടല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഡീസെൻട്രലൈസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൂടി ഒന്ന് ഡീസെൻട്രലൈസ് ചെയ്തുകൂടെ? അവിടെ ഉണ്ടാകുന്ന ഈ 2 വേസ്റ്റിനെ ഒന്നിച്ച് ചേർത്ത് ബയോഗ്യാസ് ആക്കിയിട്ട് അടുപ്പ് കത്തിച്ചൂടെ? പക്ഷെ ആ അടുപ്പ് കത്തിച്ചിട്ടുണ്ടാക്കുന്ന ചായ എങ്ങനെ കുടിക്കും എന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് വലിയൊരളവ് വരെ മാനസികമായ മാറ്റം ഉണ്ടാക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യം ഇപ്പോഴും സമ്മതിക്കാത്ത കുറേ ആളുകളുണ്ടെന്നുള്ളത്. അത് അക്ഷരാഭ്യാസമുള്ളവരും വലിയ മിടുക്കന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരെ അടക്കം ഇതിലേക്ക് കൊണ്ടുവന്ന് ഈ മാനസികമായൊരു മാറ്റം ഇതിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നത് ഗൗരവമായിട്ട് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആകെ തിരുവനന്തപുരത്ത് മാത്രമാണ് നമുക്ക് ചിട്ടയായിട്ടൊരു STP സംവിധാനമുള്ളത്. അതും നഗരത്തിൻ്റെ മൊത്തം പകുതിയേ ഉള്ളൂ. ഇപ്പോൾ മറ്റ് പഞ്ചായത്തുകളൊക്കെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോൾ 50 വാർഡ് 100 വാർഡുള്ളടുത്ത് ഞാൻ പകുതി എന്ന് പറഞ്ഞത്. പുതിയ എങ്ങനെ പറ്റും? ഇതൊരു വളരെ ഗൗരവമായ തലത്തിൽ ടെക്നിക്കലായിട്ടുള്ള ഡിസ്കഷൻസ് സാങ്കേതിക വിദ്യ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നവരുപയോഗിച്ച് കേരളത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി അത് ഒരു വലിയൊരു തോട്ട് പ്രോസസ്സായിട്ട് ഏറ്റെടുക്കാനായിട്ട് സർക്കാർ തയ്യാറാവണം. കോർപ്പറേഷൻസും മുനിസിപ്പാലിറ്റീസും ആളിലൊക്കെ അതിനകത്ത് കൂടും. ശുചിത്വ മിഷനിൽ ലീഡർഷിപ്പ് എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് കേരളത്തിന് പറ്റിയ ദ്രവമാലിന്യ സംസ്കരണ സംവിധാനം ഏതൊക്കെ എന്ന് പറയാൻ. നമ്മുടെ ഓടകളൊക്കെ മൂടണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് ഹൈക്കോടതി അടക്കം. അവിടെ ആളുകൾ കാലിൽ പോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലൊന്ന് 3 തരത്തിലുള്ള വെള്ളം ഉണ്ടെന്നുള്ളത് സമ്മതിക്കാത്ത പ്രശ്നം കൊണ്ടാണ്. ഒരു ഓപ്പൺ ഡ്രെയിൻ എന്നത് മഴക്കാലത്തുണ്ടാകുന്ന അധിക വെള്ളം ഒഴുകി പോകാനുള്ളതാണ്. അതിനവർ പറയണ വാക്ക് എനിക്ക് തോന്നുന്നു സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് എന്നാണ്. അതിനകത്തേക്ക് അടുക്കള മാലിന്യവും കക്കൂസ് മാലിന്യവും ഒന്നിച്ചെത്തിപ്പേരുന്നതാണ് പ്രശ്നം. അതെത്താതെ നോക്കല്ലേ വേണ്ടത്. ഗ്രേ വാട്ടറിനും ബ്ലാക്ക് വാട്ടറിനും ഈ വെള്ളത്തിലേക്ക് എത്തിപ്പെടാതെ നോക്കി സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളിടത്തേക്ക് എപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുക? ഒരു ഓട ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ കാന ഉണ്ടാക്കിയാൽ എല്ലാത്തരം വേസ്റ്റും ഒഴുകാനുള്ളതാണ് കാന എന്ന് ചിന്തിച്ചിട്ട് ആ കാന അവസാനം ഒരു തോട്ടിലേക്ക് അല്ലെങ്കിൽ പുഴയിലേക്ക് തുറന്നു വിടുകയും ചെയ്യുന്ന അതിനെതിരെയുള്ള മനസ്സുണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ കൂടുതൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നിലവിലുള്ള ഡ്രെയിനേജ് സംവിധാനത്തെ ആ രീതിക്ക് ഒരുപക്ഷെ ഗൗരവമായ തരത്തിൽ പരിഷ്കരിക്കേണ്ടി വരും. അത് പഞ്ചായത്തുകളിൽ പോലും പ്രധാനമായി വരികയാണ്
അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ഫണ്ടിങ് പാറ്റേണും ടെക്നോളജിക്കൽ പ്രൊവിഷനും ഒക്കെ തന്നെ ശുചിത്വ മിഷൻ്റെ ഭാഗത്തുനിന്ന് പല അപാകമെന്ന വാക്ക് ഞാൻ പറയുന്നില്ല, വേറെ വാക്കില്ല ഇപ്പോൾ കേൾക്കാൻ ഉണ്ടാകുന്നതായിട്ട് പരാതിയുണ്ട്. കാരണം നിർവഹണ സംവിധാനങ്ങൾക്ക് പോലും കാര്യം നടന്നു കഴിഞ്ഞാൽ കാശ് കിട്ടണ്ടേ? അപ്പം അത് ആ നേരത്തെ ഫണ്ട് വെച്ചിട്ടില്ല. പകുതി ഇതിനകത്ത് ശുചിത്വ മിഷൻ്റെതാണ്, ബാക്കി പകുതി പഞ്ചായത്തിൻ്റെയാണ്, ബാക്കിയുള്ളത് മറ്റേ 16-ാം ധനകാര്യ കമ്മീഷൻ്റെ കാശ് കിട്ടാനുള്ളതാണ്. പക്ഷെ പണി ചെയ്താക്കുന്നത് എല്ലാം കൂട്ടിച്ചേർത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ലോക്കൽ ബോഡിക്കാണ്. അത് വരട്ടെ, ശുചിത്വ മിഷൻ കാശ് തന്നില്ല, അത് തരുമ്പോൾ തരാം എന്ന് പറഞ്ഞ് 3 കൊല്ലം നീട്ടിക്കൊണ്ടുപോയാൽ പറ്റാൻ പോണത് കിട്ടിയ കാശ് കൊണ്ട് ചെയ്തു തീർത്ത് മോശമായ രീതിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോകും എന്നുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ചിട്ടയായ ഇടപെടൽ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് സമയം എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഞാൻ എളുപ്പം നിർത്തുകയാണ്. അടുത്തതായി ഡോക്ടർ NC നാരായണൻ, IIT ബോംബെ ക്ഷണിക്കുക. ഈ രവീന്ദ്രൻ മാഷും ജഗജീവനും പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അപ്പം എനിക്ക് പറയാനുള്ള, ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു 8 വർഷത്തെ ഞങ്ങൾ ആലപ്പുഴയിൽ കുറച്ച് പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഞങ്ങൾ ഈ ഇത്തരം ഒരു റിസോഴ്സ് മാപ്പിംഗ് മുതൽ ജനകീയാസൂത്രണം മുതലെല്ലാം ഇതുമായിട്ട് ഇടപെട്ടിട്ടുള്ളതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ കൂട്ടിച്ചേർക്കാനുണ്ട്. അതിൽ ഈ ഖരമാലിന്യ സംസ്കരണത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിലെനിക്ക് വളരെ കുറച്ച് കൂട്ടിച്ചേർക്കലേ ഉള്ളൂ. പക്ഷേ ഈ ദ്രവമാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഒരു 2007 മുതൽ ഞങ്ങൾ പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 7 IIT ഒരുമിച്ച് വന്നിട്ട് ഒരു ഗംഗാ ബേസിൻ മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞൊരെണ്ണം നടത്തിയപ്പോൾ അതിൻ്റെ പോളിസി ഗ്രൂപ്പ് ലീഡ് ചെയ്ത് ഞാനായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിനെ ശരിക്കും കണ്ടത്, ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടത്. കാര്യം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയാണ്. അത് വളരെ കേന്ദ്രീകൃതമായിട്ടൊരു സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത്. ജയജൻ പറഞ്ഞ പോലെ തന്നെ ഇത് എപ്പോഴും ഒരു വാട്ടർ ബോഡി റെജുവിനേഷൻ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ തുടക്കം എല്ലായിടത്തും. അപ്പോൾ 1860 തേംസ് നദിയിലാണ് ഇത് ആദ്യമായിട്ട് വന്നത്. അതൊരു വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ സാങ്കേതികവിദ്യ കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ എല്ലാ സോഴ്സിൽ നിന്നും, വീടുകളിൽ നിന്നും മറ്റ് സോഴ്സിൽ നിന്നൊക്കെ ഉള്ള ജലമാലിന്യത്തിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ അത് ഒരുപാട് പമ്പിങ് വേണ്ടി വരും. ഏറ്റവും അവസാനം ട്രീറ്റ്മെൻറ്റിനും ഒരുപാട് എനർജി കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്, വളരെ എനർജി ഇൻറ്റൻസീവാണ്, പിന്നെ വളരെ ടെക്നോളജി ഇൻറ്റൻസീവാണ്. അപ്പം ഇത് ഈ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ഡിസിപ്ലിൻ തന്നെ ഉണ്ടാവുന്നത് ഈ ഒരു ബേസിസിലാണ്. അപ്പം അത് നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റമാണ്. അതൊരു വെറും നോളജ് സിസ്റ്റം മാത്രമല്ല, അതൊരു ബിലീഫ് സിസ്റ്റമായിട്ട് മാറി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയിലോട്ട് ഇത് വരുന്നത് ബ്രിട്ടീഷ് സെറ്റിൽമെൻറ്റ്സിലാണ് ആദ്യമായിട്ട് വരുന്നത്, ഈ കൻറ്റോൺമെൻറ്റ്സിലൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ നഗരങ്ങളുടെ ചെറിയ ഒരു ഇത് മാത്രമേ ഇപ്പോഴും നമ്മൾ നഗരങ്ങളുടെ മൊത്തം എടുക്കുമ്പോഴത്തേക്കും 30% ഇപ്പം ഇന്ത്യയിലുള്ളത്, കവറേജ് ഉള്ളത്. അത് തന്നെ നമ്മൾ വലിയ നഗരങ്ങളിലാണ്, ആദ്യത്തെ 500 നഗരങ്ങളിൽ ആദ്യത്തെ 2 നഗരങ്ങളിലാണ് ഏകദേശം 70% ഉള്ളത്, ഈ ബോംബെ ആൻഡ് ഡൽഹി. അത് കഴിഞ്ഞുള്ള ആദ്യത്തെ 500 നഗരങ്ങളിലാണ് 85% ഇതുള്ളത്. ബാക്കി ഈ ഏകദേശം ഒരു 7000 നഗരങ്ങളിൽ ഇതെങ്ങനെ വരും എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ആലപ്പുഴയിലോട്ട് വരുന്നത്. അവിടെ വരാൻ കാരണം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ഖരമാലിന്യത്തിലെ ഏറ്റവും വലിയൊരു വികേന്ദ്രീകൃതമായിട്ടുള്ളൊരു മോഡൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാണ്. ഇതിൻ്റെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിനാൻസിങ് എന്ന് പറയുന്നത് എപ്പോഴും ജൈക്ക, ADB, വേൾഡ് ബാങ്ക് ഇവരാണ് ഈ വലിയ സാങ്കേതികവിദ്യ കൊണ്ടുവരുന്നത്. അവരുടെ ടെക്നോളജിയാണ് വരുന്നത്,
അവരുടെ കൺസൾട്ടൻസ് വരുന്നു. ഇതിൽ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്ത രീതിയിലാണ് ഇത് വരുന്നത്. അപ്പം പക്ഷേ ഈ ചെറിയ സാങ്കേതിക ഒരുപാടെണ്ണം ഉണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന DWATS എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് നമ്മൾ. അത് നേച്ചർ ബേസ്ഡ് സിസ്റ്റമാണ്. അതിനകത്ത് എനർജി കോസ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചാലും ഇതെങ്ങനെയാണ് നമ്മളിതിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമാണ്. നമുക്ക് കൺസൾട്ടൻസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികളെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പ്ലാനിങ് നടത്തിയത്. ആദ്യത്തെ ഒരു 30 പേരെ വെച്ചിട്ട് ഞങ്ങൾ ഒരു രീതിശാസ്ത്രം ഉണ്ടാക്കി. പിന്നെ ഒരു 300 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് മുഴുവൻ വന്നിട്ട് ഒരു വലിയ ഒരു സർവേ നടത്തി. അത് വെച്ചിട്ട് അവർക്കൊരു DPR ഉണ്ടാക്കാൻ പറ്റി. അതാണ് പിന്നെ കിടുക്കെന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാപനം വെച്ചിട്ട് നമ്മുടെ മെയിൻ കനാൽസ് മുഴുവൻ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടൊരു DPR ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന്, ജനങ്ങൾക്കറിയാം, കൺസൾട്ടൻസ് അല്ല ഇത് ചെയ്തത്. അപ്പോൾ ഇതിന് നമുക്കൊരു മോണിറ്ററിങ്ങും പറ്റും. അപ്പോൾ ഇതിന് ഒരു വിദ്യാഭ്യാസത്തിൽ ഇതിനൊരു വലിയൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതൊരു ഡിസൈൻ ഡിസിപ്ലിൻ ആണെങ്കിലും നമ്മളെപ്പോഴും വളരെ ടെക്സ്റ്റ് ബുക്കിഷ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് സിറ്റിസൺ എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. കാര്യം ഇത് നാളെ അവർക്ക് വന്ന് ചോദിക്കാൻ പറ്റും, അവരുടെ കയ്യിൽ ഡേറ്റ ഉണ്ട്. ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ ചെറു കനാലുകളാണ് വലിയ പ്രശ്നം. മെയിൻ കനാൽ ക്ലീൻ ചെയ്തു, പക്ഷേ ചെറു കനാലാണ് ഈ ഫീഡ് ചെയ്യുന്ന ഒരെണ്ണം. അവിടെ ഈ ഒരു പഠനങ്ങൾ നടത്തി കഴിഞ്ഞപ്പോഴും ഒരു 80% പഴയ മുനിസിപ്പൽ തൊഴിലാളികളുടെ ഇപ്പോൾ കോളനി എന്ന് പറയാൻ പറ്റില്ല, അവിടെ നിന്നാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. അപ്പോൾ അവിടെ നോക്കി 30% അവർക്ക് ടോയ്ലറ്റ് ഉള്ളൂ, ബാക്കി കമ്മ്യൂണിറ്റി ടോയ്ലറ്റാണ്. അപ്പോൾ ഒരു 100% ടോയ്ലറ്റ് കവറേജും അതിനെയെല്ലാം കണക്ട് ചെയ്ത് DWATS എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ സിസ്റ്റം അത് ഞങ്ങൾ 2019 ആയപ്പോഴത്തേക്കും ആലപ്പുഴ ചെയ്യാൻ പറ്റി. പക്ഷേ കഴിഞ്ഞ 6 കൊല്ലത്തിൽ ഇതുവരെ ഒരെണ്ണം പോലും അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ പ്രശ്നങ്ങൾ, ഈ മാഷ് പറഞ്ഞ പ്രശ്നങ്ങളെ ഞാൻ ഗ്രൗണ്ട് ചെയ്യുകയാണ്. ഞങ്ങൾ നോക്കുമ്പോൾ ഇതൊന്നും കരിക്കുലത്തിലില്ല. സിവിൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് കരിക്കുലത്തിലൊന്നും ഈ ടെക്നോളജി ഇല്ല. അപ്പം അങ്ങനെ പഠിച്ചു വരുന്ന എഞ്ചിനീയർമാർക്ക് ഇതിൻ്റെ എന്താണെന്ന് അറിഞ്ഞില്ല. ഇതില്ലാത്തതുകൊണ്ട് തന്നെ PWD മാനുവലിൽ ഇത്തരം ടെക്നോളജികളില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫണ്ടിങ് ഇല്ല. ഇത് ധനമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള പ്രോജക്റ്റായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു CSR ആയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത്. കാര്യം നമുക്ക് ഗവൺമെൻറ് സംവിധാനം വഴി ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ പ്രവീണിനെ പോലുള്ള എൻജിനീയേഴ്സ് വളരെ കുറവാണ്. അദ്ദേഹം ശുചിത്വ മിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് പിന്നെ ഇത്തരത്തിലുള്ളൊരു വലിയ പെർസ്പെക്റ്റീവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രവീൺ എന്താണ് പറയുന്നത് ഞാൻ കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്കെയിലിംഗ് അപ്പ് എങ്ങനെ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഇതിലൊരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഒരു അടുത്ത 20 കൊല്ലം കൊണ്ടെങ്കിലും ഈ കരിക്കുലത്തിലൊരു ചേഞ്ച് വരണം, ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വരണം. അപ്പം അതാണ് ഞാൻ ആദ്യമായിട്ട് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഈ ദ്രവമാലിന്യ സംസ്കരണം നമുക്ക് തീർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വികേന്ദ്രീകൃത ടെക്നോളജികളെ പറ്റുള്ളൂ. അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലുള്ള എന്തൊക്കെയാണ് അതിൻ്റെ പോളിസി ഹർഡിൽസ്, അത് നമ്മൾ ആദ്യം അതാണ് ഞാൻ മുമ്പോട്ട് വയ്ക്കാനുള്ളൊരു കാര്യം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളൂ. അതേപോലെ തന്നെ ഞങ്ങൾ ഈ ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യം നോക്കിയപ്പോൾ നമ്മൾ ടെക്നോളജി എല്ലായിടത്തും കൊടുത്തു. ഇപ്പോൾ 2022 ആയപ്പോൾ ആലപ്പുഴ മാത്രം രണ്ടാമതൊരു ക്യാമ്പയിൻ നടത്തി 80% വീടുകളിലും ബയോബിൻ എത്തിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞൊരു സർവേ ചെയ്തപ്പോഴത്തേക്കും പിന്നെ 40% കുറഞ്ഞു ഉപയോഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന കമ്പോസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഡിമാൻഡ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ചേർത്തലയുള്ള കർഷകരുമൊക്കെ ആയിട്ടൊരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിന് 2 യൂസ് ഉണ്ട്. ഒന്ന്, ഇതിനെ ഒരു സോയിൽ കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോർട്ടിഫിക്കേഷൻ ഈ എല്ലുപൊടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വളമാക്കാനും പറ്റും. പക്ഷേ ഇത് രണ്ടും ആലപ്പി ഗോൾഡ് എന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റി തന്നെ ഇത് ചെയ്തു നോക്കി. അപ്പോൾ ഇതിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം പിന്നെ ഒരു 15-20 രൂപയുടെ ഒരു വയബിലിറ്റി ഗ്യാപ്പ് വരും നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഈ കമ്പോസ്റ്റിങ്ങിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ വയബിലിറ്റി ഗ്യാപ്പ് കൊണ്ടുവരേണ്ടി വരും.
പൊതുവെ എടുക്കുകയാണെങ്കിൽ ഒരു എംബഡഡ് വാല്യൂ എന്ന് പറയും. നമ്മളിപ്പം ജൈവമാലിന്യം നമ്മൾ കളക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് അതിനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ അതിന് ശരിക്കും ഒരു 80 രൂപയാവും. നമുക്ക് 20 രൂപയെ നമുക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ളൂ. അതേസമയം പെറ്റ് ബോട്ടിലിനാണെങ്കിൽ 75 രൂപയുണ്ട്. അപ്പോൾ അത് വയബിളാണ്. അപ്പോൾ ഈ വയബിലിറ്റി ഗ്യാപ്പ് നമ്മൾ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ ഒരു ക്യാമ്പയിൻ ഫേസ് ആയിരുന്നു. നമുക്ക് ക്യാമ്പയിൻ വഴിയാണ് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഈ ക്യാമ്പയിനിൽ നമുക്ക് ഒരുപാട് വളരെ നല്ല പ്രവർത്തകരെ കിട്ടി. അടുത്ത ഫേസിലോട്ട് ഇതെങ്ങനെ പോകുന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഞങ്ങളുടെ ആലപ്പുഴ വർക്ക് ചെയ്യുന്ന രോഹിത് ജോസഫിനെയും അതുപോലെ ഇപ്പം നമ്മൾ കണ്ട ശിവജിത്തിനെയും അവരുടെ ജനറേഷൻ ഇതെങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ജോലി ഉണ്ടായിരുന്നു. ഒരു അൾട്രൂയിസം എന്നുള്ളതാണ്. ഞാൻ ജനകീയാസൂത്രം തൊട്ട് നമ്മൾ ഒരു അൾട്രൂയിസത്തിൽ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു കേഡറിനെ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 3 ടയർ സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, ഏറ്റവും താഴത്തെ ലെവലിൽ ഈ ഹരിതകർമ്മസേന പോലെയുള്ള തൊഴിലാളികൾക്ക് ഇതിൻ്റെ ഇനോക്കുലൻ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ കമ്പോസ്റ്റ് കളക്ഷൻ, കമ്പോസ്റ്റിനെ ഫോർട്ടിഫൈ ചെയ്ത് വളമാക്കുക, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു വലിയൊരു കേഡർ ഏറ്റവും താഴെ വേണം. ഈ കേഡറിനെ സംരംഭകരാക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. ഈ മോനമാഷിനത് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് അത്രയും ഒരു ജമ്പ് പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ വർഗീസ് കുര്യൻ ഇർമ ഉണ്ടാക്കിയത് തന്നെ ഈ കേഡറിനുള്ളവരെ മാനേജ് ചെയ്യാനായിട്ടുള്ള രണ്ടാമത്തെ കേഡർ വേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മുടെ ഹരിത സഹായ സംഘങ്ങൾ അത് ഏറ്റവും നന്നായിട്ട് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ അവിടെയാണ്. അത് പക്ഷെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് നടത്താൻ പറ്റണം. ഇപ്പോഴത്തെ ഒരു ഇതിലല്ല. അവർക്കൊരു സെക്ഷൻ കമ്പനിയോ ഒരു NGO ആയിട്ട് നടത്തിയിട്ട് അവർക്കിതൊരു തൊഴിൽ ആയിട്ട് നടത്താനായിട്ടുള്ളൊരു സംവിധാനം അവിടെ വേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു ഇതുണ്ട്. കാര്യം ഇവർക്കെല്ലാം സർവീസ് പ്രൊവൈഡർ ആവാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലത്തെ ഈ ഡിവോട്ട് സിസ്റ്റം, ഈ ദ്രവമാലിന്യ സിസ്റ്റത്തിനും അതിന് നമുക്ക് എൻജിനീയേഴ്സിന് വേണ്ടി വരും. അതിന് വളരെ ചെറിയ സാങ്കേതിക വിദ്യയാണ് വേണ്ടത്. പക്ഷേ അവിടെ ഒരു കേഡർ വേണ്ടി വരും. അപ്പോൾ ഈ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യാനും ഇവർക്ക് ഫിനാൻസ് കൊടുക്കാനും ഇവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യാനും ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓർഗനൈസേഷൻസ് വേണം. ഏറ്റവും മുകളിലാണ് ജഗജീവനും പി കർമാഷും പറഞ്ഞ പോലുള്ള ഒരു വലിയ സംവിധാനം വേണ്ടി വരും. ഇപ്പം നമ്മുടെ പുതിയ അർബൻ നയത്തിനകത്ത് ഒരു വേസ്റ്റ് അതോറിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് പക്ഷേ ആലോചിക്കേണ്ട പേരാണ്. അവിടാണ് നമുക്ക് വളരെ നല്ല ടെക്നോളജി അറിയാവുന്ന ആൾക്കാർ, അതുപോലെ ഇതിൻ്റെ ഫിനാൻസ് കൊണ്ടുവരേണ്ട ആൾക്കാർ. ഇത് മുഴുവൻ സർക്കാരിന് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. വേറെ നമ്മുടെ ക്ലൈമറ്റ് ഫണ്ടുണ്ട്, അതുപോലെ CSR ഉണ്ട്. ഇങ്ങനത്തെ പല ഫണ്ടുകൾ നമുക്ക് കൊണ്ടുവരേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ADB, ഇപ്പോഴത്തെ വേൾഡ് ബാങ്ക് പോലത്തെ ഫണ്ട്, നമുക്ക് വേൾഡ് ബാങ്ക് ഫണ്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു 10-1 പോലും ചിലവാക്കാൻ പറ്റിയില്ല. അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളും കൂടെ ചെയ്യാനുള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വേണം. ഇതെല്ലാം തൊഴിലാണ്. കാര്യം ഇനി ജോബ്ലെസ് ഗ്രോത്താണ് നമ്മൾ വരാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ വന്നിട്ട് കേരളത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ, നമ്മൾ ഏറ്റവും തയ്യാറായിട്ടുള്ള സമൂഹം നമ്മളാണ്. കാര്യം വളരെ ജനകീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് പേര് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെയാണ് അടുത്ത ലെവലിൽ പ്രൊഫഷണലൈസ് ചെയ്യുന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു മുനിസിപ്പൽ സോഷ്യലിസം ലെവലിലാണ്. നമുക്കിതിനെ ചെറിയ എൻ്റർപ്രൈസായിട്ട് നടത്താൻ പറ്റുമെന്നുള്ളതാണ്. ഈ മാർക്കറ്റിനെ ഏറ്റവും താഴത്തെ ലെവലിൽ കൊണ്ടുവന്ന് ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള രീതിയിലുള്ള എൻ്റർപ്രൈസായിട്ട്, അപ്പോൾ ഗ്രീൻ ഗ്രോത്തിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ടാണ് നമുക്കിതിനെ കാണണം എന്നുള്ളതാണ്. താങ്ക് യു. അടുത്തതായി ഡോക്ടർ മോഹനൻ മണൽ. എല്ലാവർക്കും സ്നേഹം. ഡോക്ടറല്ല, എൻജിനീയറാണ്. വളരെ വളരെ ഗൗരവമേറിയ ഒരു വിഷയം. കേരളത്തിൽ ഒട്ടേറെ മുന്നേറിയിട്ടുണ്ടെങ്കിലും ഇനിയും ഒരുപാട് ദൂരം
നമുക്ക് മുന്നേറാനുണ്ട്. പക്ഷേ വരുന്ന 5 ഒക്കെ കൊടുക്കുകയാണ്. പഞ്ചായത്തുകൾ ഇനി നമുക്ക് ഇങ്ങോട്ട് ആളുകൾക്ക് അവാർഡുകളും അംഗീകാരങ്ങളും കൊടുക്കുന്ന ഒരു രീതി വരണം. ഞങ്ങളുടെ പഞ്ചായത്ത് നഗര കേന്ദ്രീകൃതമാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുകൾ. നഗരത്തിലാണല്ലോ നമ്മൾ പോവുക. നമ്മളൊരിക്കലും അവിടുത്തെ വീട്ടിൻ്റെ പിന്നാമ്പുറത്തോ അല്ലെങ്കിൽ അവിടുത്തെ അടുക്കളയുടെ പുറകിലോ നമ്മൾ പോകാറില്ല. ഗ്രാമങ്ങളിൽ നമ്മൾ പോകാറില്ല. നമ്മൾ കാണുന്ന അത് ചൈനയാണെങ്കിലും ദുബായ് ആണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്ന നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെയുള്ള വലിയൊരു ഇനീഷ്യേറ്റീവാണ് നമ്മളിവിടെ നടക്കുന്നത്. മാത്രമല്ല, ഏറ്റവും നല്ല നിയമസംഹിതയുള്ളത് ഇപ്പോൾ കേരളത്തിലാണ്. അത് സാർത്ഥകമാക്കാൻ കഴിയണം. ഓരോ പഞ്ചായത്തിലും നമ്മളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ എങ്ങനെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഒരു 100-150 സ്ത്രീകൾക്ക് കൂടെ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കൂടെ തൊഴിൽ ലഭ്യമാക്കാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കണം. അതിനുവേണ്ടി വേസ്റ്റ് മാനേജ്മെൻറ്റ് ബയോ പാർക്കുകൾ നമ്മളുള്ള ഉപകരണങ്ങൾ, അവിടെയുള്ള ചില മോഡലുകൾ, ഇപ്പോൾ നേരത്തെ നാരായണ സാറ് പറഞ്ഞതുപോലെ DWATS മോഡൽ, നമ്മളുടെ നിലവിലുള്ള സാമ്പ്രദായികമായിട്ടുള്ള, ഞങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠിക്കുന്ന സാമ്പ്രദായികമായിട്ടുള്ള ചില മോഡലുകൾ, ഇതൊക്കെ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് വന്നാൽ നമുക്ക് കാണാൻ പറ്റണം. അതിന് നമുക്ക് ഫീസ് വാങ്ങാമെന്നേ. അവിടെ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഫീസ് വാങ്ങാം. അതുപോലെ കേരളത്തിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അവർക്ക് കഴിവുന്ന രീതിയിലേക്കുള്ള ഒരു 3 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, പോസ്റ്റ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അങ്ങനെ നമ്മളിനി നൂതനമായിട്ടുള്ള ശൈലികൾ, സമ്പ്രദായങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. വരുന്ന 5 വർഷങ്ങളിൽ നമുക്ക് സാധ്യമാകണം. ചില സൂചനകൾ മാത്രമാണ് ഞാൻ നൽകുന്നത്. മണിക്കൂറുകളോളം സംസാരിക്കേണ്ട വിഷയമാണ്. അത് ഇവിടെ സംസാരിച്ചവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഒന്ന്, നമ്മളുടെ നിലവിലുള്ള MCFകൾ MRFകളുടെ രീതി മാറ്റണം. നല്ല ഏസ്തെറ്റിക്കായിട്ടുള്ള ആർക്കിടെക്റ്റിനെ കൊണ്ട് തന്നെ അത് രൂപകൽപ്പന ചെയ്യണം. ഇന്ന് നമുക്കത് ഒരു പട്ടിക്കൂട് പോലെയൊക്കെ നമുക്ക് തോന്നും. അതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു പട്ടീനെ ആടിനെയൊക്കെ വളർത്താം. നമ്മുടെ MCF അത് കണ്ടാൽ, ഒരു MCF കണ്ടാൽ വിവിധ തരത്തിലുള്ള മോഡലുകൾ, നമ്മളുടേതായ ദേശീയ മൃഗം, ദേശീയ പക്ഷി, പല രൂപങ്ങൾ, തീവണ്ടികൾ, അങ്ങനെ മനോഹരമായിട്ടുള്ള രൂപഘടന നമ്മളുടെ MCFകൾക്ക് ഉണ്ടാവണം, MRFകൾക്ക് ഉണ്ടാവണം, RRFന് വേണം. ഞാൻ ജപ്പാനിൽ കണ്ട ഒരു ഡോഗ് സ്റ്റേ ഹോം ഉണ്ട്, പട്ടിയെ വളർത്തുന്നത്. വിവിധ തരം പട്ടികൾ, തെരുവ് പട്ടി, ഒരു ഭാഗത്ത് ലാബ്, അങ്ങനെ തുടങ്ങിയ വിവിധ തരം പട്ടികൾ, ഡോഗ് സ്റ്റേ ഹോം. എന്ത് മനോഹരമാണെന്നറിയോ. അവിടെയുള്ള വലിയൊരു ആർക്കിടെക്റ്റ് പണിതാണ്. അത് പട്ടിയെ വളർത്തുന്നതാണെന്ന് തോന്നില്ല. നമ്മളെ ഇവിടുത്തെ ABC കേന്ദ്രം പോലത്തെ ഒരു സാധനം വളരെ മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അതിനകത്ത് കയറണമെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ഇന്ത്യൻ മണി 1500 രൂപയാണ്. ആ പൂന്തോട്ടമുണ്ട്, പട്ടികൾക്ക് കാണാൻ മ്യൂസിക് ഉണ്ട്. അതുപോലെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വേണം. മനോഹരമായിട്ട് നമ്മളെ തരംതിരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്നിടത്ത് പാട്ടൊക്കെ കേട്ട് മനോഹരമായിട്ടുള്ള, അടിച്ചുപൊളി പാട്ടല്ല, അങ്ങനെയൊക്കെയുള്ള പുതിയ രീതിശാസ്ത്രത്തിലേക്ക് നമ്മളുടെ സിസ്റ്റം മാറണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, MRFനോടും MCFനോടൊക്കെ അനുബന്ധിച്ച് നമ്മളുടെ ചെറിയ രീതിയിലുള്ള വലിയ റീസൈക്ലിംഗ് പ്ലാന്റ് അല്ല, 8 ലക്ഷം രൂപക്കും 10 ലക്ഷം രൂപക്കൊക്കെ വിദേശങ്ങളിൽ കിട്ടുന്ന ചെറിയ പ്ലാന്റുകളുണ്ട്. നമ്മളുടെ ഈ വേസ്റ്റ് പ്ലാസ്റ്റിക്കിൽ നിന്ന് നമുക്ക്, അവിടെ ഞാൻ കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ വേസ്റ്റ് പ്ലാസ്റ്റിക്കിൽ നിന്ന് പേനകൾ ഉണ്ടാക്കുന്നു, വേസ്റ്റ് പ്ലാസ്റ്റിക്കിൽ നിന്ന് ക്ലോക്കുകൾ ഉണ്ടാക്കുന്നു, വേസ്റ്റ് പ്ലാസ്റ്റിക്കിൽ നിന്ന് കീ ചെയിൻ ഉണ്ടാക്കുന്നു. അവിടെ തന്നെ സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ട് നമുക്ക് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് എടുക്കുക, അത് ചെയ്യുക, ഇത് വരുന്ന ആളുകൾക്ക് മെമൻറ്റോ കൊടുക്കുക, അതിലുണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മളുടെ MRFൽ തന്നെ ഒരു ചെറിയൊരു സ്പേസ് അതിന് ഉപയോഗിച്ച് ചെയ്യണം. നമ്മൾ ഇന്നിപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന റോഡ് പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്ന ഇൻ്റർലോക്ക് സ്റ്റോൺ ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കാം. അതിനകത്ത് 6mm ബേബി മെറ്റീരിയൽ 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി ഈ വേസ്റ്റ് പ്ലാസ്റ്റിക്കുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനോഹരമായിട്ടുള്ള നമ്മളുടെ ഇൻ്റർലോക്കിംഗ് സിസ്റ്റം, സ്റ്റോൺ ഉണ്ടാക്കാം, ടൈൽ ഉണ്ടാക്കാം, നിരവധി ഫർണിച്ചറുകൾ നമ്മളുടെ ഈ സാധനം കൊണ്ടാക്കാം. അങ്ങനെ നമ്മളൊരു അപ്ഗ്രഡേഷൻ നമ്മളുടെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ നടത്തണം. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ ഹരിത സഹായ സ്ഥാപനങ്ങളെ ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിക്കണം. നേരത്തെ നാരായണ സാറ് പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണലിസം ഇതിനകത്ത് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ പഞ്ചായത്തിലുള്ള എഞ്ചിനീയർമാർക്കൊന്നും നമ്മളുടെ ഈ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ
അറിയില്ല എന്നുള്ളതാണ്. അത് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിലൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മുടെ പഞ്ചായത്തുകളെയൊക്കെ ഒരു പ്രൊഫഷണലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ഈ ലിക്വിഡ് വേസ്റ്റ്, ഇനി അത് നമുക്ക് 5 കൊല്ലത്തേക്ക് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം അത് ഹരിത സഹായ സ്ഥാപനങ്ങളിലൂടെ തന്നെ നമുക്ക് നടപ്പിലാക്കണം. സമ്പൂർണ്ണമായിട്ടുള്ള ജൈവ മാലിന്യ പരിപാലനം, നമ്മൾ ജൈവമാലിന്യ പരിപാലനം ചെയ്യുന്നത് ബയോ ബിന്ന് കൊടുത്തിട്ടുണ്ടാവും, കിച്ചൺ ബിന്ന് കൊടുത്തിട്ടുണ്ടാവും, ബയോഗ്യാസ് പ്ലാന്റ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതിലെത്ര പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പകുതിയും പ്രവർത്തിക്കുന്നുണ്ടാവില്ല. പലരും അത് വീട്ടിനകത്ത് ബെഡ്റൂമിനകത്തൊക്കെ കൊണ്ടുവച്ച് മുണ്ടിടാനും ഇസ്തിരിയിട്ട് വെക്കുന്ന തുണികൾ വെക്കാനൊക്കെ ആയിട്ട് ബയോ ബിന്നൊക്കെ യൂസ് ചെയ്യാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് പരിപാലിക്കുന്ന രീതിശാസ്ത്രം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഒരു 6 മാസമെങ്കിലും ഇതിനുള്ള പരിപാലനത്തിന് വേണ്ട ഇനോക്കുലം വേണം. ഈ ഇനോക്കുലം ഓരോ ജില്ലയിലും ഉണ്ടാക്കാനുള്ള ഒരു കേന്ദ്രം നമുക്ക് കേരളത്തിൽ ഇനി വരുന്ന 5 വർഷത്തിനുള്ളിൽ പ്ലാൻ ചെയ്യണം. ഇത് വളരെ സിമ്പിളല്ലേ. ഇത് ഒരു നല്ല ലബോറട്ടറി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പച്ചതിന് ബാക്ടീരിയകളെ നമുക്കുണ്ടാക്കാം. നമുക്ക് ഇനോക്കുലം സിസ്റ്റം വേണം. ശിവജിത്തെ വരണ്ട, ഞാൻ നിർത്തും. നമ്മുടെ ക്ലീൻ കേരള കമ്പനിയെ നിലവിൽ നിന്ന് ഒരു 10 മടങ്ങ് ശക്തിയോടെ നമുക്ക് അതിനെ പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ അതിന് വേണ്ട അർത്ഥവും ആളും വിഭവവും ഒക്കെ കൊടുത്ത് അതിനെ സമ്പുഷ്ടമാക്കണം. 2ാം ഘട്ട മാലിന്യമുക്ത ക്യാമ്പയിൻ, ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നൊരു സംവിധാനം ഇപ്പോഴുണ്ട്. അതിനെ ശക്തിപ്പെടുത്തി ഒരു 2ാം ഘട്ട വേസ്റ്റ് മാനേജ്മെൻറ്റ് ക്യാമ്പയിൻ നമുക്ക് ആരംഭിക്കണം. ഹരിതകർമ്മസേനയെ പ്രൊഫഷണലൈസ് ചെയ്യണം. നമ്മളുടെ MRFൽ വന്നാൽ RRFൽ വന്നു കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനിയിലുള്ളത് മാതിരി അവിടെ ഒരു ബോർഡ് ഉണ്ടാവണം, അവിടെ അതിനൊരു ലീഡർ ഉണ്ടാവണം, അവിടെ ലോഡിങ് അൺലോഡിങ് ചെയ്യുന്നത് ആരാണ്, വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത് ആരാണ്, അവിടെ പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണെന്നൊക്കെ പേരെഴുതി വെക്കണം. അതിന് സമയം വേണം. എത്ര സെഗ്രിഗേറ്റ് ചെയ്യുന്നു എന്ന് ഒരു ദിവസം അതവിടെ അതിന് രജിസ്റ്റർ വേണം. വേസ്റ്റ് ഓഡിറ്റിങ് നടത്തണം. ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് 60 വയസ്സെന്നോ 70 വയസ്സെന്നോ 80 വയസ്സെന്നോ 78 വയസ്സൊക്കെയുള്ള ഹരിതകർമ്മസേന നമ്മുടെ ജില്ലയിലുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധിത പെൻഷൻ നൽകണം. പെൻഷൻ കിട്ടി പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് അവരുടെ കുടുംബത്തിലുള്ളവരെ ഇതിന് മുൻഗണന കൊടുത്തെടുത്താൽ അവർ പിരിഞ്ഞു പോകും. അവരുടെ മക്കളെയോ ആരും എടുത്തു കഴിഞ്ഞാൽ ഹരിതകർമ്മസേന എടുക്കാം. നിർബന്ധമായും അതിന് നിയമം ആ രീതിയിൽ വരണം. അല്ലെങ്കിൽ ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്ന കുറേ ആളുകൾ, നമ്മളിപ്പോൾ 2016 തുടങ്ങിയ പരിപാടിയാണ്, 16-17. അപ്പോൾ ഇപ്പോഴൊക്കെ പലരും അതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. നിർബന്ധമായി നമ്മുടെ ഹരിതകർമ്മസേനയെ പ്രൊഫഷണലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഇനി ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. സമയം കൃത്യമായി 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ്. അടുത്തത് ശ്രീ ഷിബു. എല്ലാവർക്കും നമസ്കാരം. ഞായറാഴ്ചയാണ്. ഈ പള്ളിയിൽ ചെന്നിരുന്ന് നമ്മൾ കേൾക്കുമ്പോൾ മിക്കവാറും നീ പാപിയാണ് എന്ന് കേട്ട് നമുക്ക് അവസാനം ഒരു പാപബോധം തോന്നുന്ന പോലെ എനിക്കൊണ്ട് പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ നമ്മളിനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. എനിക്കാണ് ജയജയ മാഷിനും PKRനും അത്യാഗ്രഹം ഇപ്പം ഈ കാലത്തെടുത്തിട്ട് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. പ്രസന്റ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കേരളത്തിൻ്റെ വീട്ട് പഠിക്കലുള്ള മാലിന്യ ശേഖരണത്തിന്റെ പെർസെൻറ്റേജ് എത്രയായിരുന്നു ശരാശരി? 90. ഇനി സോഴ്സ് സെഗ്രിഗേഷന്റെ റേറ്റ് എത്രയായിരുന്നു? രണ്ടും മാറുന്നതുകൊണ്ട് അപ്പോൾ ഓർഗാനിക് എന്നും അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരംതിരിക്കുന്നത് മാത്രമേ അത് 90% മുകളിലാണ്. അപ്പൊ 90% മുകളിൽ വീട്ടുപടിക്കൽ മാലിന്യം ശേഖരിക്കുന്ന സംവിധാനമുള്ള, അതിൽ തന്നെ 90%-ലധികം സെഗ്രിഗേഷൻ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിന്റെ പേര് എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. ഏഷ്യയിലെ ഏതെങ്കിലും ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാലും മതിയാവും. ഈ പറഞ്ഞ റേറ്റ് ഈ സെഗ്രിഗേഷൻ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാനൊരു പരിസ്ഥിതി സംഘടന എന്നാണ് വരുന്നത്, ഗയ ഗ്ലോബൽ അലയൻസ് ഫോർ ഇൻസിനറേഷൻ ഓൾട്ടർനേറ്റീവ്സ്. ലോകത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സംഘടനകളുടെ ഏറ്റവും വലിയ ശൃംഖലയാണ് ഗയ. 1000-ലധികം സംഘടനകൾ ഇതിനകത്ത് അംഗങ്ങളാണ്. 90 രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
അപ്പം ഞങ്ങൾ കുറേ കാലമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നോക്കി വരുമ്പോഴേക്ക് എനിക്കൊണ്ട് നമുക്ക് കേരളത്തിൽ മത്സരിക്കാനുള്ളത് ജപ്പാനിൽ കാമിക്കാത്സു എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമമാണ്. 100,000-ൽ താഴെ മാത്രം പോപ്പുലേഷനുള്ള കാമിക്കാത്സു. അത് വേറൊരു ലോകമാണ്. അതൊരു പെർഫെക്ഷൻ്റെ ഒരു മറ്റേ ലെവലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഒന്ന് സന്തോഷിക്കണം, ഇരിക്കുന്ന എല്ലാവരും ഒന്ന് സന്തോഷിക്കണം. അതിന് വലിയൊരു കൈയടി കൊടുക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ശുചിത്വ മിഷനുമാണ്. കാരണം ഇത് ഞാൻ ഈ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ സാധാരണതയിൽ ഞാൻ വരുന്നത് കുറ്റം പറയാനാണ്. എൻ്റെ പ്രധാനപ്പെട്ട തൊഴിൽ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ നമ്മുടെ വലിയ നേട്ടം എന്ന് പറയുന്നത് ഇത് നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സങ്കടം. നമ്മൾ ചെയ്തതിന്റെ വലിപ്പം മനസ്സിലായിട്ടില്ല. നമ്മൾ ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാലിന്യ പരിപാലനമാണെന്നുള്ള ചെറിയ ബ്രാക്കറ്റിനകത്താണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ആക്ഷൻ ആണെന്നുള്ളത് നമുക്കിന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ, ഏറ്റവും വലിയ ക്ലൈമറ്റ് ആക്ഷനാണ്. ഇതിനു വേണ്ടിയിട്ട് ലോകമാകെ ധാരാളം പണം ചെലവാക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിലും അതിന്റെ പണം വരുന്നുണ്ട്. അതിന് 10 പൈസ പോലും നമുക്കിവിടെ വരുന്നില്ല. എന്നിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. ഇത്രയും ജനകീയമായി അല്ലെങ്കിൽ ഇത്രയധികം ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഇത്രയും വലിയൊരു പരിപാടിയില്ല. അപ്പോൾ ജയജയ മാഷ നേരത്തെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് അതാണ്. അപ്പോൾ അതായിരിക്കണം നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടത്. ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണ്ടെന്നല്ല, ഇതിൽ നിന്ന് മുന്നോട്ട് നമ്മൾ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുറ്റബോധത്തിലോ അല്ലെങ്കിൽ ഒരു നഷ്ടബോധത്തിലോ പോകരുത്. തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം നേടിക്കഴിഞ്ഞു. അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. VS-ന്റെ സർക്കാരിന്റെ കാലത്ത് തുടങ്ങി, അത് കഴിഞ്ഞ് 5 കൊല്ലം ബ്രേക്കായിരുന്നു. പിന്നെ 10 കൊല്ലം കിട്ടുമ്പോഴാണ് നമ്മൾ ഇത്രയും നേടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഒരു ബ്രേക്ക് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതും ഈ മാലിന്യ സംസ്കരണ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടി വരും. 5 വർഷം ശുചിത്വത്തിനെ സംബന്ധിച്ച് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ, പരിസ്ഥിതിയും കാലാവസ്ഥ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ഉണ്ടായിട്ടുള്ള നയവും ജനകീയമായിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള നയവും നയപരിപാടികളും അടുത്ത 5 വർഷം തുടർന്നില്ല എങ്കിൽ കേരളത്തിലുണ്ടാകാൻ പോകുന്നത് വലിയൊരു നഷ്ടമായിരിക്കും. നമ്മൾ ഇതുവരെ ചെയ്ത് മുഴുവനും വെള്ളത്തിൽ വരച്ചതുപോലെ ആവും എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് അത്രമാത്രം ഒരു പ്രാധാന്യം ഞാൻ കാണുന്നുണ്ട്. അതും കൂടെ നമ്മൾ ഇതിനകത്ത് കാണേണ്ടി വരും. PK നേരത്തെ സൂചിപ്പിച്ച ശുചിത്വ മിഷനകത്ത് നമ്മൾ ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ജില്ലാതലത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും കൺസൾട്ടൻ്റായിട്ടും അല്ലാതെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള പരിചയം വെച്ച് പറയാം. അവിടെയുള്ള ഏതൊരു കൺസൾട്ടന്റിനെ വെല്ലുന്ന ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാർ നമ്മൾ ജില്ലാതലത്തിലുണ്ട്. പുതിയ നമ്മുടെ ടെക്നിക്കൽ ടീമിനകത്തുള്ള കുറേ കുട്ടികളുണ്ട്, പുതിയ ആളുകളാണ് എല്ലാവരും. അവർ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് അവർ നേടിയെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഗവേണൻസിലേക്ക്, അതായത് ആപ്ലിക്കേഷൻ ലെവൽ, തിയറി അല്ല, വേസ്റ്റ് മാനേജ്മെന്റ് തിയറി അല്ല, അതിന് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആ കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവരെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല, അവർ വിസിബിൾ അല്ല. അതുകൊണ്ടാണ് PK ഇപ്പൊ പറഞ്ഞില്ല, നമ്മൾ കാണുന്നില്ല, അവർ വിസിബിൾ അല്ല. അവരെ വിസിബിൾ ആക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമം നമ്മൾ ഉണ്ടാക്കണം. അവർക്കൊരു സ്പേസ് നമ്മൾ കൊടുക്കുകയും വേണം. ഇനി തിരിച്ച് നേരത്തെ പ്രസന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില പൊതു നിർദ്ദേശങ്ങൾ. ഒന്ന്, എനിക്ക് തോന്നിയത് നമ്മൾ ഇനി ചെയ്യാനുള്ളൊരു കാര്യം വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ഫോക്കസിലേക്ക് പോകാതെ ഒരു ചാക്രിക സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സർക്കുലർ ഇക്കോണമിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കണം. അപ്പൊ അത് വേസ്റ്റ് മാനേജ്മെന്റ് അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന റിസോഴ്സസിനെ തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഇപ്പം റെൻഡറിങ് പ്ലാൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇറച്ചി വേസ്റ്റ് ഇതുവരെ വേസ്റ്റ് ആയിരുന്നത് ഇന്ന് അതൊരു റിസോഴ്സ് ആണ്, തിരിച്ചതൊരു പ്രോഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടാവണം. അതിനുള്ള ഒരു ചുമതലയും പവറും ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കണം. കാരണം ക്ലീൻ കേരള കമ്പനി ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഗ്രഗേഷനും അതിന്റെ സെയിലിംഗുമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനുള്ള, അതായത് നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷനെ പോലുള്ള സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണ്ടി വന്നാൽ അതിന് വേണ്ടിയിട്ട് ഫൈനാൻസ് റേസ് ചെയ്തുകൊണ്ട് ഇപ്പം സ്വന്തമായി ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആരംഭിക്കുന്ന ഉൾപ്പെടെയുള്ള ഒരു വലിയ ഒരു ക്യാൻവാസിലേക്ക് ക്ലീൻ കേരള കമ്പനിയെ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വൃത്തി, വെള്ളം, വിളവ് എന്നുള്ള ഒരു വലിയ ക്ലൈമറ്റ് ക്യാമ്പയിനായിരുന്നു. അതിനകത്താണ് ഇതെല്ലാം വരുന്നത്. അതൊരു വലിയൊരു ഓപ്പണിംഗ് ആണ്. അത് വേസ്റ്റ് മാത്രമല്ല, അതിനകത്ത് നമ്മൾ ഒരുപാട് സാമൂഹ്യ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. ഇതൊരു കാലാവസ്ഥാ വ്യതിയാന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ക്ലൈമറ്റ് ഫൈനാൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അത് ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടക്കാൻ സാധ്യത കുറവാണ്. ഒരുപക്ഷെ ശുചിത്വ മിഷൻ അത് സാധിച്ചേക്കും. ശുചിത്വ മിഷൻ ഒരു ഏജൻസി എന്ന നിലയിൽ ശുചിത്വ മിഷൻ സ്വന്തമായിട്ട് പ്രൊപ്പോസൽസ് വെച്ചിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ശുചിത്വ മിഷൻ ചെയ്യുന്നത് കേന്ദ്രത്തിൽ നീട്ടുന്നത്, സംസ്ഥാനത്ത് നീട്ടുന്നത്, പഞ്ചായത്ത് നീട്ടുന്നത് എല്ലാം കൂടെ കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. അഡീഷണൽ ആയിട്ട് ഫൈനാൻഷ്യൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുന്നതിനുള്ള ഒരു ഫണ്ട് റൈസിംഗ് ജോലി കൂടി നമുക്ക് ശുചിത്വ മിഷനും അതുപോലെ തന്നെ ക്ലീൻ കേരള കമ്പനിക്കും ചെയ്യാൻ പറ്റും.
കാരണം നിങ്ങൾ പ്രത്യേകിച്ചുള്ള എൻറ്റിറ്റിയാണ്, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ഏജൻസീസിൽ നിന്ന് അത് ആ പൈസ കൊണ്ടുവരാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അതിനു വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മൾ അതിലേക്ക് പോകേണ്ടി വരും. ഇനി ഇതുവരെ നമ്മൾ മാലിന്യ സംസ്കരണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് ഒരു പരിസ്ഥിതി പരിപാലന പരിപാടിയായിട്ട് കാണുക. അപ്പം ഒരു ലെവൽ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതൊരു എൻവയോൺമെന്റ് മാനേജ്മെന്റ് പ്രോഗ്രാമാണ്. ആ രീതിയിലേക്ക് ആളുകളുടെ കൈപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴുള്ള ഒരു വലിയ പ്രശ്നം, നമ്മുടെ മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനിലേക്കും പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്. അവർ പഠിച്ചിരിക്കുന്ന കോഴ്സും അവർ ചെയ്യുന്ന ജോലിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇനിയെങ്കിലും അതിനകത്തൊരു പൊളിച്ചെഴുത്ത് വേണ്ടി അവർക്ക് ഇപ്പോഴും ഇത് പലതും മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റണം. ഏറ്റവും കീ ആയിട്ടുള്ളത് ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യുന്നൊരു വിഷയം ജസ്റ്റ് ട്രാൻസിഷനാണ്. ആ ജസ്റ്റ് ട്രാൻസിഷൻ എങ്ങനെ വേണമെന്നൊക്കെ ആളുകൾ പലതരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ജസ്റ്റ് ട്രാൻസിഷൻ പ്രോഗ്രാമാണ് ഹരിത കർമ്മസേന. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 നമ്മൾ കുടുംബശ്രീ സ്ത്രീകളെ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാൻ പറഞ്ഞു വിട്ട സമയത്ത് മാസം 30 രൂപ അവരോട് നമ്മൾ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് നമ്മൾ പെരുമാറിയിട്ടുള്ളത്. ഇന്ന് ഹരിതകർമ്മസേന നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നതിനേക്കാൾ ഒരുപടി മുകളിലാണ്. അവരെ ടെക്നീഷ്യന്മാരായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ സാലറി സ്കെയിൽ മാറിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരുടെ അന്തസ്, തൊഴിലിന്റെ അന്തസ് മാറിയിട്ടുണ്ട്. അത് പോരാ, ഇനിയും മാറണം. അപ്പൊ അത്തരത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അത് ഹരിതകർമ്മസേന പ്രവർത്തകർ മാത്രമല്ല, ഏതൊരു സ്ഥാപനത്തിലെയും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും തൊഴിലിന്റെ അന്തസ്സിനെയും മാന്യതയും ഉയർത്തിപ്പിടിക്കുന്നതിനും അവർക്കൊരു തൊഴിൽ സുരക്ഷിതത്വം കൊടുക്കുന്നതിനും അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അവരെ കൈപിടിക്കുന്ന ഒരു വലിയൊരു പരിപാടി, ഒരു ജസ്റ്റ് ട്രാൻസിഷൻ പ്രോസസ്സ് തന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ചധികം പണവും സമയവും മാറ്റിവെക്കാനായിട്ട്, ഇതിന്റെ ഭാഗമായിട്ട് മാറ്റിവെക്കാൻ നമുക്ക് പറ്റണം. നമുക്കൊരു ഈ ഗുണഫലങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു കണക്കെടുക്കൽ നമുക്കിപ്പോഴും സാധ്യമല്ല. ഇപ്പോഴും വേസ്റ്റിന്റെ കണക്ക് ഏത് മുനിസിപ്പാലിറ്റിയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാലും ഓരോരുത്തർക്കും സൗകര്യമുള്ളൊരു കണക്ക് പറയും. അപ്പോൾ അതിനൊരു കണക്ക് കൃത്യമായി ഉണ്ടാക്കുന്നതിന് ഇപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ എൻഡിൽ വന്നിട്ടാണ് കണക്കെടുക്കുന്നത്. അത് നമ്മുടെ ക്ലീൻ കേരള കമ്പനി എത്ര എടുത്തു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കണക്കെടുക്കുന്നത്. തിരിച്ച് ഒരു സംവിധാനം ഇതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. റീയൂസിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. അപ്പോൾ ഡെപ്പോസിറ്റ് റിട്ടേൺ സിസ്റ്റംസ് ഒക്കെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പോളിസി നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. ഫുഡ് വേസ്റ്റ്, ഫുഡ് ലോസ് ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. നമ്മൾ ഇനിയും അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. അതിനകത്ത് ഫുഡ് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം റെഡ്യൂസ് ചെയ്യാനുള്ള ഫുഡ് വേസ്റ്റ് ഒരു താക്കോല് കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ശ്രീജിത്ത്. അപ്പോൾ ഇതിനകത്ത് ഈ ഫുഡ് വേസ്റ്റ്, ഫുഡ് ലോസിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള, അത് വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതികളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, ഇങ്ങനെ നമ്മളിപ്പം മിഷനുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പഴയ പശുവിന്റെ അവസ്ഥയാണ്. പശുവിന്റെ ഫ്രണ്ട് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റും ബാക്ക് സൈഡ് ഡയറി ഡെവലപ്മെന്റുമാണ്. ഇത് തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് വരികയില്ല. ദയവ് ചെയ്ത് ഇനിയെങ്കിലും നമുക്ക് 1 പേരുടെ ഒരു സംഘം, അത് കഴിയുമ്പോഴേക്ക് നേപ്പാളിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും ഒരു സംഘം വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ കേരള മോഡൽ പഠിക്കാൻ വരുന്നുണ്ട്. അവരുടെ തടസ്സം എന്നറിയാമോ? എല്ലാം മലയാളത്തിലാണ്. ഒരു സാധനം നമുക്ക് ഇംഗ്ലീഷിലില്ല. അപ്പോൾ കാരണം നമുക്കൊരു ഒരു തരത്തിലുള്ള ഒരു ഗ്ലോബൽ പിന്തുണ കിട്ടാൻ, ഇന്ത്യക്കകത്ത് നമുക്ക് ഒരു പിന്തുണ കിട്ടാൻ രാഷ്ട്രീയമായ ചില പരിമിതികളുണ്ട്. അപ്പോൾ ഒരു ഗ്ലോബലി പിന്തുണ ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരെക്കാൾ മുകളിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ചില സ്ഥലങ്ങൾ, ഇപ്പോൾ ക്ലൈമറ്റ് കോപ്പ് നടക്കുന്നുണ്ട്. ആ ക്ലൈമറ്റ് കോപ്പ് നടക്കുന്ന അന്താരാഷ്ട്ര വേദികളിൽ കേരളത്തിന്റെ പവലിയൻ ഉണ്ടാവണം. ദുബായിൽ നടന്ന കോപ്പിനകത്ത് തമിഴ്നാട് മഞ്ഞപ്പൈ അവരുടെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമായിട്ട് കൊണ്ടുവച്ചിട്ട് പോയി. വളരെ നിസ്സാരമായ സാധനമാണ്. അതേസമയം കേരളം എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളത്തിന്റെ ഒരു പവലിയനും അത് ലോകത്തോട് സംസാരിക്കാൻ പറ്റുന്ന, കൂടുതൽ പിന്തുണ കിട്ടാൻ അല്ലെങ്കിൽ കൂടുതൽ ധനസഹായം കിട്ടുന്നതിനും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ആളുകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ജനപ്രതിനിധികൾ ചെയ്യുന്ന, അവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്, അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ വിസിബിലിറ്റിയും ഒരു അംഗീകാരവും ഒക്കെ കിട്ടുന്നതിനുള്ള അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ KS പ്രവീൺ. കുറച്ച് സന്തോഷമുണ്ട്. കാരണം സാധാരണഗതിയിൽ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഇത്തരം വേദികൾ സംസാരിച്ചാലും അതിൻ്റെ ഒരു 10% 15% മാത്രമേ നമ്മൾ ഈ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയൂ. അതിന് കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ കുറേ ആയിട്ട് ഇതൊരു പ്രശ്നമായിട്ട് നമ്മൾ കണ്ടിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷെ എന്നാൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുള്ളവരുമായിരുന്നു.
കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉണ്ടാകുന്നത് കേരളത്തിലാണ്. ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇപ്പം ചെയ്യുന്ന ജോലി പലതാണെങ്കിലും മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ജലമലിനീകരണം തടയാൻ വേണ്ടിയാണ്. അത് പിന്നീടാണ് സോളിഡ് വേസ്റ്റ്, എയർ പൊല്യൂഷൻ, ഇങ്ങനെ പല രീതിയിലുള്ള മേഖലകളിലോട്ട് അവരുടെ പ്രവർത്തനം മാറിയത്. ആക്ച്വലി ഇത് സ്ഥാപിക്കുന്നത് ജലമലിനീകരണ പ്ലാന്റ്. അത് കഴിഞ്ഞാണ് ഇന്ത്യയിൽ പലയിടത്തും പ്ലാന്റുകൾ ഉണ്ടാവുന്നത്. ഇനി നെറ്റ്വർക്ക് സംവിധാനം നോക്കിയാലും ഇപ്പം തിരുവനന്തപുരത്തുള്ള ഈ മുട്ടത്തറ പ്ലാന്റ് വരുന്നതിന് മുമ്പ് ഇവിടെ നെറ്റ്വർക്ക് സംവിധാനവും സ്വാഭാവികമായുള്ള ഒരു വെറ്റ്ലാൻഡ് ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അതും കേരള സംസ്ഥാന രൂപീകൃതമാവുന്നതിന് മുമ്പ് തന്നെ അത് ആസൂത്രണം ചെയ്തതാണ്. അപ്പം അത്തരത്തിൽ നമുക്ക് ഒരു ലെഗസി ഉണ്ടായിരുന്നെങ്കിലും എവിടെയൊക്കെയോ ഒരു പക്ഷേ ഫണ്ടിൻ്റെ അപര്യാപ്തിയോ അല്ലെങ്കിൽ കേന്ദ്ര നിയമങ്ങളിലൊക്കെ വന്ന വ്യത്യാസം കൊണ്ടോ ഒക്കെ നമ്മളിത് ശ്രദ്ധിക്കപ്പെടാതെ പോയത് കാരണമാണ് ഈ ഒരു വ്യത്യാസം വന്നത്. പിന്നീട് ഒരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ക്ലെൻലിനെസ് എന്ന് പറയുന്ന ഒരു നഗരത്തിൻ്റെതായാലും ഗ്രാമത്തിൻ്റെതായാലും അതിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഒരു പങ്കുണ്ട്. നമ്മളവിടെ കാണുന്ന ചപ്പുചവറുകൾ അല്ലെങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്ന കൂനകൾ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ക്ലെൻലിനെസ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ട് കാണുന്നത്. ഒരിക്കലും അവിടുത്തെ ഒരു ജലാശയത്തിൻ്റെ വൃത്തി അതൊരു ക്ലെൻലിനെസ് ഐഡൻറ്റിഫിക്കേഷനായിട്ട് നമ്മൾ കണക്കിലെടുത്തിട്ടില്ല. ഇനി കണക്കിലെടുത്താൽ തന്നെ ഈ ജലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മണ്ണിനെ അപേക്ഷിച്ച് വളരെയധികം പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ സെൽഫ് പ്യൂരിഫിക്കേഷന് വളരെയധികം പ്രാപ്തിയുള്ള ഒരു വസ്തുവാണ് ജലം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നമ്മൾ ഈ ജലത്തിൽ എന്ത് തന്നെ ഇട്ടാലും, നമ്മൾ അതിനകത്ത് ചത്ത വസ്തുക്കളെയോ ചീഞ്ഞ വസ്തുക്കളെയോ ഒക്കെ ഇട്ടാലും അതിലെ ഓക്സിജൻ ഉപയോഗിച്ച് ഇതിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതിനുശേഷം ഓക്സിജൻ വീണ്ടെടുക്കാനുള്ള കപ്പാസിറ്റിയും ഈ പുഴകൾക്കും നദികൾക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അതിനകത്ത് എന്തെങ്കിലും വസ്തുക്കൾ വീണാലും കുറച്ച് മാറി അതിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചാൽ പോലും ഒരു പ്രശ്നവും ഇല്ലായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇതിന് ടൈമും സ്പേസും വേണം, കുറച്ച് സമയം കഴിയണം, കുറച്ച് സ്ഥലം മാറിയായിരിക്കണം. ഇന്ന് ഈ ജനസംഖ്യയുടെ വർധനവ് കാരണം ഈ വെള്ളത്തിന് ഈ ടൈമും സ്പേസും കിട്ടാതെ വരുന്നത് കൊണ്ടാണ് ആ സെൽഫ് പ്യൂരിഫിക്കേഷൻ നടക്കാതെ വരുന്നത്. ഒരുപക്ഷെ ആ സെൽഫ് പ്യൂരിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു തത്വത്തിൻ്റെ ഇതിലായിരിക്കാം വിസിബിളായിട്ട് ഒരു വാട്ടർ ബോഡിയും അത്തരത്തിൽ പൊല്യൂട്ടഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. രണ്ടാമത്, ഇത് നേരത്തെ ഇവരൊക്കെ പലതും പറഞ്ഞ പോലെ സർക്കുലർ എക്കണോമിക്ക് കുറിച്ച് ഇതൊരു നമ്മളിപ്പം സോളിഡ് വേസ്റ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഇതിനകത്ത് ഇൻഫോർമൽ സെക്ടറിൽ ആക്രി എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത് ഒരു വരുമാന സ്രോതസ്സായി കണ്ടിരുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. അശാസ്ത്രീയമാണെങ്കിലും ഒരു സെഗ്രിഗേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ചില ട്രീറ്റ്മെന്റ് പോലെ അല്ലെങ്കിൽ ഡിസ്പോസൽ പോലെയുള്ള മെക്കാനിസങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വെള്ളത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഇതൊരു വിസിബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഇതിനൊരു എക്കണോമി ആയിട്ട് കാണാനായിട്ട്, കാരണം നമ്മളെപ്പോഴും അഹങ്കരിക്കുന്നുണ്ട് 3000 മില്ലിമീറ്റർ മഴയും 44 നദികളുമുള്ള വളരെ വിഭവസമൃദ്ധമായ ജലത്തിനെ അങ്ങനെ ഒരു സ്കേഴ്സ് വിഭവമായിട്ട് കാണാനോ ഇതിൻ്റെ ഒരു എക്കണോമിക്സിനെ അങ്ങനെ കാണാനോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ ദ്രവമാലിന്യത്തെ നമ്മൾ മാറ്റി നിർത്തിയിരുന്നത്. രണ്ടാമത് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്. ഇപ്പം നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കുക, അവിടേക്ക് ഈ വേസ്റ്റ് വാട്ടർ എത്തിക്കുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റിംഗ് മറ്റ് സംവിധാനങ്ങൾ അപേക്ഷിച്ച് വളരെയധികം കൂടുതലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് റിട്ടേൺ കിട്ടാതിരിക്കുക, എക്കണോമിക്സ് നേരത്തെ പറഞ്ഞ പോലെ അത് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫണ്ടിങ്ങിലൊക്കെ ആ ഒരു കൺസ്ട്രെയിൻ വന്നു. പിന്നെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമ്മളിപ്പം നോക്കിയാലും ഇപ്പം ഡ്രാഫ്റ്റ് LWM റൂൾസ് കേന്ദ്രം കൊണ്ടുവരുന്നേ ഉള്ളൂ. അതേസമയം സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ റൂൾസ് ഓൾറെഡി ഉണ്ട്. പക്ഷെ എത്രത്തോളം അത് ഉണ്ടാകാം എന്നുള്ളത് ഇപ്പം നമ്മൾ ബേസിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിലായാലും സെഗ്രിഗേഷൻ, കളക്ഷൻ, ട്രാൻസ്പോർട്ട്, ട്രീറ്റ്മെന്റ്, ഡിസ്പോസൽ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള റീയൂസ്, ഈ രീതിയിലാണ് പോകുന്നത്. ഇപ്പം ഇവിടെ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേ വാട്ടറും ബ്ലാക്ക് വാട്ടറുമായിട്ട് നമുക്ക് മാറ്റാം. പക്ഷെ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും ഇത് ഒരു ഉറവിടത്തിൽ നിന്നുള്ളത് കളക്ട് ചെയ്ത്, ഇപ്പം നമുക്ക് സോളിഡ് വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 10,000 ടണ്ണാണ് കേരളത്തിൽ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 10,000 ടണ്ണിൽ ജൈവമുണ്ട് അജൈവമുണ്ട്. ഇത് പൂർണ്ണമായും വേണമെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം ഇത് പൂർണ്ണമായും വേണമെങ്കിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ട്രീറ്റ് ചെയ്യാം. ഇത് സാങ്കേതികമായി പോസിബിൾ ആണ്. അതിന് 10,000 ടണ്ണിന് 1 ടണ്ണിൻ്റെ ലോറി ആണെങ്കിൽ 10,000 ലോറി ലോഡ് അത്രയേ ഉള്ളൂ. 10,000 ലോറി ലോഡ് കേരളത്തിൽ മൊത്തം വിഭജിച്ച് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അത് ചെയ്യണം. പക്ഷെ അതേസമയം ലിക്വിഡ് വേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പൈപ്പിൽ കൂടെ കൊണ്ടുപോകുന്ന, സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മുടെ നാരായണ സാറ് പറഞ്ഞ പോലെ ഇത് തെയിംസ് നദി മുതൽ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ഒരു സംവിധാനം മുതൽ ആലോചിച്ച നമ്മുടെ പല പാരാമീറ്ററുകളും പല ട്രീറ്റ്മെന്റ് മെക്കാനിസവും എല്ലാം അങ്ങനെ അതിൽ നിന്ന് ഉത്ഭവിച്ചു വന്നതാണ്. നമ്മുടെ BOD എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ നിങ്ങൾക്കെല്ലാം അറിയാം. BOD പോലും തെയിംസ് നദിയിൽ ഒരു സ്ഥലത്ത് വരുന്ന പൊല്യൂഷൻ അതിന്റെ എൻഡ് പോയിന്റിൽ എത്താനുള്ള ദിവസം അറ്റത്ത്. അപ്പൊ എല്ലാ ജനറേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ വേസ്റ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല, കളക്ട് ചെയ്യുന്നില്ല. ട്രാൻസ്പോർട്ടേഷൻ മാത്രം പൈപ്പിലൂടെ സംഭവിച്ച് ഒരു കേന്ദ്രീകൃതമായ സംവിധാനത്തിലോട്ട് എത്തിക്കുന്ന ഒരു ഇതിനെക്കുറിച്ചാണ് നേരത്തെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ മുട്ടത്തറയുടെ പ്ലാന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അവിടെയെല്ലാം ഇത്തരം ഒരു സങ്കല്പമാണ്. നമ്മൾ വീടുകളിൽ സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല, സെഗ്രിഗേറ്റും ചെയ്യുന്നില്ല. നിങ്ങൾ എന്തൊക്കെ വേസ്റ്റ് വാട്ടർ ഉൽപ്പാദിപ്പിക്കുന്നോ അതെല്ലാം തന്നെ പൈപ്പിലൂടെ ഒരു സംവിധാനത്തിലോട്ട് കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്തെ ഒരു സങ്കല്പം തന്നെ, ഒരു പ്ലാനിങ് തന്നെ തുടങ്ങുന്ന 1930കളിലും 40കളിലുമാണ്. ഈ സംസ്ഥാനം ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ്. ഇപ്പോഴും 40%, നേരത്തെ പറഞ്ഞതുപോലെ 40% വാർഡുകളിൽ 50% പോലുമില്ല, അതിൽ 20 വാർഡുകളിൽ 98 നഗരത്തിന്റെ വികസനം കണക്കാക്കി ചെയ്തിരുന്നുവെങ്കിൽ 100 MLD വരെ 25 MLD 4 പ്ലാന്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാളും നേരത്തെ ഒന്നുമില്ല. അപ്പൊ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 1 കിലോമീറ്റർ നിങ്ങൾക്കൊരു പൈപ്പ് ലൈൻ ഇടണമെന്നുണ്ടെങ്കിൽ സിവറേജിന്റെ പൈപ്പ് ലൈന് 3 കോടി മുതൽ 4 കോടി രൂപ വരെയൊക്കെയാണ് ഇപ്പൊ ആകുന്നത്, ഒരു എസ്റ്റിമേറ്റ്. അപ്പൊ ഇത് ഫണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കണം. അപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് അടിസ്ഥിതമായ സംവിധാനങ്ങൾ നമ്മൾ ശാസ്ത്രീയമായി രൂപപ്പെടുത്തേണ്ടത്. ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് നമ്മൾ പലപ്പോഴും പറയും, നമുക്ക് സെപ്റ്റിക് ടാങ്ക് ഉണ്ട്, അതുകൊണ്ട് ശാസ്ത്രീയമായി ഒന്ന് സെപ്റ്റിക് ടാങ്ക് എന്ന് നമ്മൾ പറയുന്നത് ശരിക്കുള്ള സെപ്റ്റിക് ടാങ്ക് അല്ല. രണ്ടാമത് ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് ഒരു സീഡ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഓവർഫ്ലോ ചെയ്യുന്ന ശാസ്ത്രീയമായി നിങ്ങൾ എങ്ങനെ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചാലും ഇതിൽ നിന്നും ആക്ച്വലി ഫ്രണ്ടില് മഹാരാഷ്ട്രയാണ്, രണ്ടാമത് കേരളമാണ്. കേരളത്തിലെ 31 നദികളോളം മലിനീകരണത്തിന്റെ തോതുണ്ടെന്നാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞു. അപ്പൊ ഈ രീതിയിൽ വികേന്ദ്രീകൃതവും കേന്ദ്രീകൃതവുമായ സംവിധാനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് പ്ലാനിങ്ങിന് ഒരു സമയമെടുത്ത് തന്നെ ഒരു സ്ട്രാറ്റജി കേരളത്തിലുടനീളം എങ്ങനെയായിരിക്കണം എന്നുള്ളത്, എവിടെയൊക്കെ ഇത് നമുക്ക് ഈ ഡിവാർഡ് സിസ്റ്റം കൊണ്ടുവരാം, എത്രത്തോളം സ്കെയിലപ്പ് ചെയ്യാം, ഈ സെൻട്രലൈസ്ഡ് പ്ലാന്റുകൾ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പൈപ്ഡ് നെറ്റ്വർക്ക് ആവശ്യമുണ്ടോ, ഈ രീതിയിൽ ഈ രംഗത്തെ വിദഗ്ധരും സ്ഥാപനങ്ങളും ഈ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ മാത്രം ഞാൻ ഈ പറയുന്ന അതിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും ഒരു എഞ്ചിനീയറിംഗ് സെൻസിൽ ഒരു കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് എസ്റ്റിമേറ്റ് ആക്കി മാറ്റാൻ പറ്റണം. ഇപ്പൊ എപ്പോഴും ഈ മെക്കനൈസ്ഡ് സാധനങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ എസ്റ്റിമേറ്റ് റെഡിലി അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഡിവാർഡ്സിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നാക്കി ട്രാൻസ്ഫോം ചെയ്താൽ മാത്രമേ ഈ LSGDയുടെ പ്രോജക്റ്റുകളിൽ ഇത് റിഫ്ലക്ട് ചെയ്യൂ എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും കസ്റ്റം മെയ്ഡായിട്ട് ആവശ്യാനുസരണം ഇത് ചെയ്തെടുക്കുന്നുണ്ട്. ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നൊരു ലക്ഷ്യത്തിലോട്ട് എത്താൻ കഴിയും. സമയപരിമിതി മൂലം ഞാൻ നിർത്തുന്നു. ബാക്കി ചർച്ചയിൽ വരുമ്പോൾ പങ്കെടുത്ത് സംസാരിക്കും. ഏറ്റവും വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ മാലിന്യ സംരക്ഷണം ഒരു 2005-2010 നമ്മുടെ കേരളത്തിൽ നിർമ്മൽ പുരസ്കാരം നമുക്ക് ലഭിച്ചു. നിർമ്മൽ പുരസ്കാരം നമുക്ക് ലഭിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ തീരദേശ മേഖലയിൽ വീടുകളിൽ കക്കൂസ് ഉണ്ടെങ്കിലും അത് കൃത്യമായി ഉപയോഗിക്കുന്ന ആളുകൾ കാണിക്കാൻ കഴിയുന്നത് എല്ലാ വീടുകളിലും അത് കക്കൂസ് ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പൗരന്മാരെ, നമ്മുടെ സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു. അതേപോലെ തന്നെയാണിപ്പോൾ നമ്മുടെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സേന ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഓരോ വർഷവും അവരുടെ പദ്ധതി പണത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം തുക ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നുണ്ട്. നമ്മൾ ബയോബിൻ വാങ്ങി എല്ലാ വീടുകളിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് ഉപയോഗിക്കുന്നവർ എത്രയുണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പോരായ്മ ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജില്ലയിൽ, ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നും വരുന്ന ഒരാൾ, ഞങ്ങളുടെ ജില്ലയിൽ ഒരു 6-8 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹെൽത്ത് ടീം വീടുകളിൽ നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിൽ ബോധ്യപ്പെട്ടൊരു കാര്യം, നമ്മൾ പഞ്ചായത്തിൽ നിന്നും സബ്സിഡി നിരക്കിൽ കൊടുത്തിട്ടുള്ള ബയോബിന് വീട്ടിൽ ചെടി വെക്കാൻ വേണ്ടിയിട്ട് വാതുക്കെ തന്നെ വെച്ചിരിക്കും. അപ്പോൾ ആരോഗ്യസേനയുടെ പ്രവർത്തകർ ചെല്ലുമ്പോൾ ബയോബിൻ അങ്ങനെ അതുകൊണ്ട് മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ 100% എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. അതേപോലെ തന്നെ നമ്മൾ ബയോഗ്യാസ് കൊടുക്കാറുണ്ട്, എയറോബിക് കമ്പോസ്റ്റുകൾ നമ്മുടെ പ്രദേശങ്ങളിൽ നിർമ്മിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ തദ്ദേശ
നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ എല്ലാം പല വീടുകളിലും ഒരുപക്ഷെ അവർക്ക് അവരുടെ ആ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്നതിനുള്ള സ്ഥലപരിമിതികളുണ്ട്, പല ആളുകൾക്കുമുണ്ട്. ആ സ്ഥലപരിമിതി നമുക്ക് പരിഹരിക്കുവാൻ പറ്റുന്നൊരു മാർഗമാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൊതുവായിട്ട് എയറോബിക് കമ്പോസ്റ്റുകൾ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളുടെ ഹരിതകർമ്മസേനയുടെ വോളണ്ടിയേഴ്സ് അവിടെ അവർ അതിൻ്റെ ചുമതലക്കാരായിട്ട് 1-2 പേര് എല്ലാ ദിവസവും പ്രവർത്തിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ ബോധതലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതും നമ്മുടെ പഠന പ്രക്രിയയുടെ ഒരു ഭാഗമാക്കി മാറ്റുവാനും ഏതെങ്കിലും ഒരു പൊതുനിരത്തിലേക്ക് ഇവ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നതിന് പകരം ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയണം. നമ്മുടെ ആലപ്പുഴയിൽ ബഹുമാനപ്പെട്ട ഐസക് സാറ് MLA ആയിരിക്കുമ്പോൾ, ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് വികേന്ദ്രീകൃതമായിട്ട് നമുക്ക് എങ്ങനെയാണ് കഴിയുന്നുണ്ട്. പക്ഷെ അത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 0-ൽ നിന്നും 90% എത്തിക്കുവാൻ നമുക്ക് വളരെ വേഗത്തിൽ കഴിയും. പക്ഷെ 90% നിന്നും 100% എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഗൗരവമേറിയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള ഒരു തന്നെ ഇവിടെ നമ്മൾ ജലസ്രോതസ്സുകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ജലസ്രോതസ്സുകളുടെ മലിനീകരണത്തെക്കുറിച്ച് നമ്മളെല്ലാം ഇന്നിപ്പോൾ വലിയ ഗൗരവത്തിൽ തന്നെ ശാസ്ത്രീയമായിട്ട് സാങ്കേതികമായിട്ട് ഉയർന്ന തലത്തിലേക്കുള്ള ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം അല്ലെങ്കിൽ ജലശുദ്ധീകരണ പ്രവർത്തനങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ എത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ പഠന പ്രക്രിയയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മളിപ്പോൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന വെള്ളം അതിപ്പോൾ നമ്മൾ പല മേഖലകളിലും പല സ്ഥലങ്ങളിലും അത്തരം പ്ലാന്റുകൾ ഉള്ളിടത്ത് നമ്മൾ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്നത് നമുക്ക് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാലിന്യമില്ല എന്ന് ഉറപ്പുവരുത്തുവാനും അത് ജനങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് തടസ്സമില്ല എന്ന് വരുത്തുവാനും കഴിയുന്ന തരത്തിലേക്കുള്ള ക്യാമ്പയിനും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് കഴിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സമുദ്രങ്ങളിലേക്ക് ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും സമുദ്രത്തിലേക്ക് എത്തുന്ന ധാരാളം പൊഴികളുണ്ട്, ധാരാളം ജലസ്രോതസ്സുകളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തീരദേശ മേഖലയിൽ കടലുമായിട്ട് കിടക്കുന്ന പൊഴികളുടെ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പലതും മാലിന്യങ്ങൾ നിറഞ്ഞ് പല തരങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകൾ അതിൽ ഡംപ് ചെയ്തു വലിയ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-25ഓളം വാർഡുകളുള്ള ഒരു ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ 50 വാർഡുകളുള്ള ഒരു മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ CFC ഗ്രാൻഡോ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ പണമോ ശുചിത്വ മിഷന്റെ ഫണ്ടോ ഉപയോഗിച്ച് മാത്രം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവിടേക്ക് വിവിധ ഏജൻസികളുടെ ഫണ്ടിങ് കൂടെ വന്നെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം ഫലപ്രദമായിട്ട് അത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഇറിഗേഷൻ അടക്കമുള്ള മൈനർ ഇറിഗേഷൻ ആയാലും മേജർ ഇറിഗേഷൻ ആയാലും അത്തരം നമ്മുടെ ജലസ്രോതസ്സുകൾ പൂർണ്ണമായിട്ട് വീണ്ടെടുക്കുന്നതിന് മാലിന്യം നീക്കം ചെയ്ത് അവ നമ്മുടെ കടലിലേക്ക് എത്തുമ്പോൾ മത്സ്യസമ്പത്തിനെ അടക്കം പ്രതികൂലമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് കഴിയേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മളിപ്പോൾ ഖരമാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ച്, ദ്രവമാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ച്, നമ്മുടെ കക്കൂസ് മാലിന്യങ്ങളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഓരോ പഞ്ചായത്തുകളെയും അല്ലെങ്കിൽ ഓരോ വാർഡുകളെയും കാർബൺ ന്യൂട്രൽ പഞ്ചായത്തുകളായിട്ട് അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ വാർഡുകളായിട്ട് മാറ്റാൻ കഴിയണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാർഗങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നമ്മുടെ പൊതുസമൂഹത്തെ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന സഹോദരിമാരുണ്ട്, കുടുംബശ്രീ ഉണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ട് ഓരോ വാർഡുകളെയും കാർബൺ ന്യൂട്രൽ വാർഡുകളായിട്ട് പഞ്ചായത്തുകളായിട്ട് സഹായം സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയണം. ഇപ്പൊ എന്തായാലും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു നവകേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനും പ്രവർത്തനങ്ങളും ഒരുപക്ഷെ നമുക്ക് 2016 മുതൽ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം, വിളവ്, വൃത്തി എന്നുള്ള ഒരു ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇത് മൂന്നും സംയോജിപ്പിച്ച് വരുമ്പോൾ
നമുക്ക് മറ്റെങ്ങും കാണാത്ത തരത്തിലേക്ക് നമ്മുടെ കേരളത്തെ ഏറ്റവും ഫലപ്രദമായിട്ട് ഒരു മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് മാറ്റാൻ കഴിയും. അപ്പം അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട അംഗങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഹരിത സംരംഭങ്ങളുടെ ഒരു അവതരണം കണ്ണൂർ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 7 ഹരിത സംരംഭങ്ങളിലൂടെ നമുക്ക് മികവാർന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3R അതുപോലെ തന്നെ 4R കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രവർത്തനം ഏതൊക്കെ രീതിയിൽ നടക്കുന്നു അത് പുനർചംക്രമണം ചെയ്തുകൊണ്ട് ഉൽപ്പന്നമാക്കാൻ വേണ്ടി സാധിക്കും എന്നതിനുള്ള ഒരു തെളിവ്. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചു ഇന്നോകുലത്തിൻ്റെ നിർമ്മാണവും അതിൻ്റെ വിതരണവും ഒക്കെ നമ്മുടെ സംരംഭങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഹരിത മാംഗല്യം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ ആഘോഷങ്ങൾ ഹരിത പ്രോട്ടോകോൾ പ്രകാരം ഉള്ള ആഘോഷങ്ങൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന മുറക്ക് തന്നെ ആ ഒരു സംരംഭവും നമുക്ക് വിജയകരമായി പൂർത്തിയാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഇടപെടലും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹരിതകർമ്മ സേന എന്ന ആശയം വരുന്നതിന് മുമ്പ് തന്നെ 2005 നമ്മുടെ ശുചിത്വ മിഷന്റെ ആവിർഭാവത്തോടു കൂടി കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 5 അംഗ വളണ്ടിയർമാരെ വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു ആശയം ഇന്ന് ഹരിതകർമ്മ സേന എന്ന വിഷയത്തിലേക്ക് അല്ലെ ആശയത്തിലേക്ക് എത്തുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ഒരു ഇടപെടലുകളും നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ചെയ്ത ഒരു പ്രവർത്തനമായിരുന്നു നമ്മുടെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഹരിത റെയിൽവേ സ്റ്റേഷനായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഹരിത റെയിൽവേ സ്റ്റേഷനായി പ്രഖ്യാപിച്ചതിൻ്റെ ബാക്കി മാറ്റാനുള്ള പ്രവർത്തനവും നമുക്ക് വളരെ നല്ല രീതിയിൽ ഏർപ്പെടുത്തി നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വായനശാലകളായാലും മറ്റുള്ള സ്ഥാപനങ്ങളായാലും ഹരിത ആഭമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്തതാണ് എന്നുള്ള തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ ഒരു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർ ഇപ്പോൾ ശുചിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച് കണ്ടില്ല, നമ്മുടെ ഏറ്റവും ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാക്കുന്ന നമ്മുടെ പരിസരത്തെ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ദൂഷ്യം എന്തൊക്കെയാണെന്നറിയാം. അവരുപയോഗിച്ച് പലയിടങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ക്ലാസ് എടുക്കുവാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അറിയുവാൻ വേണ്ടി സാധിച്ചത് അവർ കത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നെറ്റ് സീറോ കാർബൺ പഞ്ചായത്തിലെ നെറ്റ് സീറോ കാർബൺ നമുക്ക് ഇല്ലാതാക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മെൻസ്ട്രൽ കപ്പിൻ്റെ വിതരണത്തോടു കൂടി അതിൻ്റെ അവബോധ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ അവർക്ക് ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായിട്ട് പച്ചത്തുരുത്തുകളുടെ വ്യാപനം വളരെയധികം നല്ല നിലയിൽ നമുക്ക് ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ വേണ്ടി സാധിച്ചു. അതിന് കൃത്യമായൊരു അധികം ചെലവുകളില്ലാത്ത ഒരു പദ്ധതിയായി നമുക്ക് പച്ചത്തുരുത്തുകളുടെ വ്യാപനം ഇവിടെ മാഡം സൂചിപ്പിച്ചതുപോലെ ഓരോ വാർഡുകളിലും ഓരോ പ്രദേശങ്ങളിലും ഓരോ ഇടങ്ങളിലും അവനവൻ്റെ വീടുകളിൽ പോലും നമുക്ക് പച്ചത്തുരുത്തുകളാക്കി നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇല്ലാതാക്കി ഓക്സിജനെ സംരക്ഷിച്ച് ഒരു നല്ല ഭൂമിയെ സൃഷ്ടിക്കാം എന്നുള്ള കൂട്ടായ്മയോടുള്ള പ്രവർത്തനത്തോടുകൂടി നമുക്ക് മാറ്റാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു അവസരം ലഭിച്ചതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി പൊതു ചർച്ചയാണ്. നമുക്ക് നേരത്തെ പലരും പരാതിപ്പെട്ടതുപോലെ സമയം നമ്മുടെ മുന്നിലൊരു വില്ലനായിട്ടുണ്ട്. 15 മിനിറ്റ് പൊതു ചർച്ചയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ പ്രധാനമാണ്
മാത്രം സംസാരിക്കുക. എത്രയും കുറച്ച് നിങ്ങൾ സംസാരിക്കുന്നോ അത്രയും ആളുകൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാം. ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ പേരും ഡെസിഗ്നേഷനും വരുന്ന സ്ഥലം ഒന്ന് പറയുക. ഇവിടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പേര് രഞ്ജീഷ് കുമാർ എന്നാണ്, നിയമസഭയിൽ നിന്നാണ്. നമുക്ക് ഇപ്പോൾ ഈ നഗരവൽക്കരണം വളരെ വ്യാപകമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി റോഡ് വികസനവും അതിനോടൊപ്പം നടക്കുകയാണ്. ഈ റോഡ് വികസനം നടക്കുമ്പോൾ നമുക്ക് അനിവാര്യമായ ഘടകമാണ് റോഡ് വശത്തേക്കുന്ന വലിയ മരങ്ങൾ മുറിച്ചു മാറ്റുക എന്നുള്ളത്. ജഗജീവൻ സാറിന് അറിയാൻ നമുക്കിപ്പോൾ ഇടേണ്ടതുണ്ട്. ജയപ്രസാദ്, മൊകേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. നേരത്തെ സാർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഒരുപക്ഷെ കേരളത്തിൽ എവിടെയും നടപ്പിലാക്കിയില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ കെട്ടിടങ്ങളെല്ലാം പ്രവർത്തനങ്ങൾ എവിടെയും നടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ നിലയിൽ അതിന് ഒരു മോഡൽ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഒരു പരീക്ഷ നടത്താൻ സാധിക്കുമെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു കാര്യമായിരിക്കുമെന്നാണ് പറയാനുള്ളത്. മറ്റു വളരെ പ്രധാനപ്പെട്ട കാര്യം കക്കൂസ് മാലിന്യത്തിൻ്റെ കാര്യം തന്നെയാണ്. ഇപ്പം എൻ്റെ പഞ്ചായത്തിൽ FSTP ഉണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് കമ്മീഷൻ ചെയ്തിട്ടില്ല. ആ നിലയിൽ ഒരു പ്രവർത്തനം ആരംഭിച്ചാൽ അതിനുവേണ്ടി സാധിക്കണമെന്നാണ് പറയാനുള്ളത്. മനോഹരൻ, കോട്ടയം. പൊതുവിൽ വന്ന നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സീവേജ് അതുപോലെ തന്നെ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് രംഗത്ത് നമുക്ക് വളരെ കൂടുതലൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വേമ്പനാട് കായലിൻ്റെ മലിനീകരണമാണ്. അത് 2 ജില്ലകളെ, കോട്ടയം ആലപ്പുഴ ജില്ലകളെ വളരെ രൂക്ഷമായി ബാധിക്കുന്ന ഒന്നാണ്. അതിന് വേണ്ടത്ര ഗൗരവം ഇപ്പോഴും നമ്മൾ നൽകുന്നില്ല. സുരേന്ദ്രൻ, കോട്ടയം. ആ ഒരു തലത്തിലേക്ക് നമുക്കതിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിയമലംഘനങ്ങൾക്ക് വോട്ട് ബാങ്ക് നോക്കിയല്ല പെനാൽറ്റി ഈടാക്കേണ്ടത്. നിയമലംഘനങ്ങളായി തന്നെ കണ്ടുകൊണ്ട് പെനാൽറ്റി ഇടാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം. ഫണ്ടുകൾ ഒരുപാട് മുടക്കുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ടുകൾ മുടക്കുന്നത് ഫലവത്താകുന്നില്ല എന്നാണ് കോട്ടയം ജില്ലയിലെ ഒരു 21 പഞ്ചായത്തുകളിൽ ഞങ്ങൾ നടത്തിയ ഒരു പഠനത്തിൽ നിന്നും ബോധ്യമാകുന്നത്. അവിടെ മുടക്കിയ ഫണ്ട് കോടികളാണ്. പക്ഷെ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് വിലയിരുത്തേണ്ട ഒന്നാണ്. ഒരു 12 പഞ്ചായത്തുകളിൽ തുമ്പൂർമുഴി പ്രോജക്റ്റുകൾ നിരനിരയായി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ പട്ടി കിടക്കാനല്ലാതെ ഇതുവരെ മാലിന്യം അങ്ങോട്ട് ചെന്നിട്ടില്ല. അത് മോണിറ്റർ ചെയ്യപ്പെടുന്നത് ഇവിടെ സൂചിപ്പിച്ചത് മോണിറ്റർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പോരായ്മ എല്ലാ പഞ്ചായത്തിലും ഒരു കൺസോർഷ്യം ഉണ്ടാകുകയും ആ കൺസോർഷ്യത്തിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു തലത്തിലേക്ക് ഇതിനെ വികസിപ്പിക്കുകയും വേണം. മറ്റൊന്ന്, ഫണ്ട് ചെലവഴിക്കുന്നത് കുറെ കൂടെ സുതാര്യവും അതോടൊപ്പം തന്നെ ജനകീയവുമാകുന്നത് നന്നായിരിക്കും. ഒരു ജനകീയ മോണിറ്ററിംഗിൽ ഈ വക ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. കൂടുതൽ കാര്യങ്ങളുണ്ട്, പക്ഷെ അത് സമയക്കുറവുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു. ബാക്കി കാര്യങ്ങൾ കുറിച്ച് നൽകാം. BC 10% ആക്കാൻ വേണ്ടി നിയമപരമായ നടപടി സ്വീകരിക്കണം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നിന്നാണ്. അവിടെ ഈ കക്കൂസ് മാലിന്യം, പ്രദീപ് സാറ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. ഈ കക്കൂസ് മാലിന്യ സംസ്കരിക്കുന്ന ഇന്നവിടെ അഭിമാനകരമായ ഒരു സംഗതി ഉള്ളത്, ഈ കക്കൂസ് മാലിന്യത്തിൻ്റെ ട്രീറ്റ് ചെയ്ത് വരുന്ന സ്ലഡ്ജിനെ എയറോബിക് രീതിയിൽ ജൈവവളമാക്കി നമ്മൾ കൃഷിയിടത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ മനുഷ്യ വിസർജ്യത്തെ വിപണി മൂല്യമുള്ളൊരു വസ്തുവാക്കി മാറ്റിയ അനുഭവം കൂടി നമ്മുടെ പഞ്ചായത്തുകളും അതിൻ്റെ ഒരു ഷെഡുകൾ തരാൻ തയ്യാറായാൽ തന്നെ പരിപൂർണമായും ആലപ്പുഴ ജില്ലയിലെ കക്കൂസ് മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും സുവ്യക്തമായ ഒരു സർക്കുലർ എക്കോണമി ഉണ്ടാക്കാനാകും. രണ്ടാമതൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ജയജീവൻ സാർ വന്നിട്ടുള്ളതാണ്. പ്രൈവറ്റ് സെക്ടറിൽ കമ്മ്യൂണിറ്റി ലെവലിൽ യും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1 എന്ന നിലയിലോ കമ്മ്യൂണിറ്റി ലെവലിൽ നമ്മുടെ ഈ ഭക്ഷണം വിളമ്പുന്ന ഉത്സവങ്ങൾ, കല്യാണ വീടുകൾ, സംസ്കരിക്കാൻ മാർഗമില്ലാത്ത ഓഡിറ്റോറിയം, ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1 എന്ന നിലയിലെങ്കിലും വിൻഡ്രോ പ്ലാന്റുകൾ ഉണ്ടാക്കണമെന്നുകൂടി
ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്ന് കൂടി പറയുന്നു. ചേർത്തലയിൽ FSTPയിൽ നിന്ന് വളമുണ്ടാക്കി, കക്കൂസ് മാലിന്യത്തിൽ നിന്ന് വളമുണ്ടാക്കി കൃഷിയിടത്തിൽ കൊടുക്കുന്നത് കാണാൻ. തലമുടി വേസ്റ്റ്, ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ തുടങ്ങിയതിൽ നിന്നുള്ള വേസ്റ്റുകളാണ്. നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും നല്ല രീതിയിൽ നടത്തണമെന്ന് ജനങ്ങളോട് പറയുമ്പോൾ അതെന്ത് വേസ്റ്റുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി ഇത്തരം 10%, 5% നമ്മൾ മാറ്റിവെക്കാറുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി ഇത്ര % മാലിന്യം സംസ്കരണവുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ചാൽ മാത്രമേ അതിന് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് DPC അംഗീകാരം ലഭിക്കൂ എന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇവിടെ വയ്ക്കുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ നിന്ന് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിത് 100% കൈവരിക്കാനായിട്ട് സാധ്യമാവണം. ഇത് കൃത്യമായി ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി മോണിറ്ററിംഗ് ചെയ്തൊരു കണക്ക് അവിടെ എല്ലാ മാസവും നൽകുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നതോ അതോ അറിഞ്ഞിട്ട് കണ്ണടയ്ക്കുന്നതാണോ എന്നറിയില്ല. പറയാം, ലക്ഷക്കണക്കിന് വള്ളങ്ങൾ മത്സ്യബന്ധനത്തിന് വേണ്ടി കടലിൽ പോകുന്നുണ്ട്. അവർ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കവറുകൾ കടലിൽ അതിനുശേഷം തള്ളുകയാണ് ചെയ്യുന്നത്. അത് ആവാസ വ്യവസ്ഥയെ ഒരുപാട് തകിടം മറിക്കാറുണ്ട്. അത് വളരെ ദോഷം ചെയ്യും. പിന്നെ നമ്മുടെ ഈ ചുറ്റുപാട് ഇപ്പോൾ യൂസർ ഫീയുടെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു. നമ്മൾ വളരെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാർക്കശ്യം എടുക്കുന്നതിൻ്റെ കുറവ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ കർശനമായി അത് നിയന്ത്രിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ ദൂരവ്യാപകമാണ്. അത് ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ട് കൂടുതൽ ശിക്ഷാ നടപടികൾ